സക്കാത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആമുഖമായി സംസാരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. തുടർന്ന് ആവശ്യമായ അളവിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ നമുക്കാകാം എന്നാണ് കരുതുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവും വളരെ പ്രഗത്ഭനായ സ്വഹാബി വര്യനുമാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രാമാണികനായ മുഫസ്സിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഖുർആനിൻ്റെ ഏറ്റവും പ്രാമാണികനായ മുഫസ്സിർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള തർജുമാനുൽ ഖുർആൻ എന്ന് പേര് വിളിക്കപ്പെട്ടിട്ടുള്ള മഹാനാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ നിരീക്ഷണങ്ങളിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 3 ആയത്തുകളിൽ ഈ 2 കാര്യങ്ങളെ ചേർത്ത് ആവശ്യപ്പെടുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ആയത്തിലും വന്നിട്ടുള്ള ഒരു ജോഡി കാര്യങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം അതിലേതെങ്കിലും ഒന്ന് മാത്രമായി അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞതിൽ 2ഉം ഒന്നിച്ച് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. അതിൽ ഒന്നാമത്തെ ആയത്ത് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ എന്ന ആയത്താണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അതേപോലെ തന്നെ റസൂലിനെയും അനുസരിക്കണം. അതിൻ്റെ വിശദീകരണം, ഒരാൾ അള്ളാഹുവിനെ മാത്രം അനുസരിക്കാൻ സന്നദ്ധനാവുകയും റസൂലിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ ആ അള്ളാഹുവിനുള്ള അനുസരണം ശരിയാവുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ്. ഖുർആൻ മാത്രവാദികൾ പലപ്പോഴും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞത് കേൾക്കാം, ഖുർആനിൽ വന്നത് സ്വീകരിക്കാം, ഹദീസുകൾ സ്വീകാര്യമല്ല, സുന്നത്ത് സ്വീകാര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചവർ. അങ്ങനെ ഒരു ദീനില്ല, അങ്ങനെ ദീനിൽ സ്വീകാര്യമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമാവുകയില്ല എന്നതാണ്. നേരെ തിരിച്ചും സ്വീകാര്യമാവുകയില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ, അള്ളാഹുവിനെ അനുസരണപ്പെടാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാത്രം ആകൃഷ്ടനായി ഒരാൾ പ്രവാചകനോട് അനുസരണം പുലർത്തിയാൽ അതും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്നതാണ്. രണ്ടാമത്തെ ഒരായത്ത് വ അനിഷ്കുർലി വലി വാലിദൈക് എന്ന സൂറത്തുൽ ലുഖ്മാനിലെ ആയത്താണ്. സമാനമായ ആശയമുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. നീ എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം, നന്ദി കാണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാതെ, അത് നിർവഹിക്കാതെ, അവരോട് നന്ദി കാണിക്കാതെ അള്ളാഹുവിന് മാത്രം നന്ദി കാണിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. നേരെ തിരിച്ചും മാതാപിതാക്കളോട് ഓക്കെയാണ്, മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നുണ്ട്, കടപ്പാടുകൾ നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിനോട് ആ നന്ദി കാണിക്കുന്നില്ല എന്ന് വന്നാൽ അതും സ്വീകാര്യമല്ല എന്നതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത് അഖീമുസ് സ്വലാത്ത വ ആത്തുസ് സക്കാത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള കൽപ്പനയാണ്. നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാത്ത നമസ്കാരമോ
നമസ്കരിക്കാത്ത സക്കാത്തോ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രാമാണികനായ മുഫസ്സിർ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. അതേ ആശയം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏറ്റവും ആദ്യമായി ഇസ്ലാമിക രാഷ്ട്രത്തിൽ നടപ്പിലാക്കപ്പെട്ട സക്കാത്ത് സംവിധാനത്തെ ചോദ്യം ചെയ്തവർക്ക് നേരെ ഞങ്ങൾ സക്കാത്ത് നൽകുകയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നു, അതിന് ഞങ്ങൾക്ക് കാരണങ്ങളുണ്ടായിരുന്നു, റസൂല് ജീവിച്ചിരുന്നു, ഞങ്ങളുടെ സക്കാത്ത് സ്വീകരിച്ച് റസൂല് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നു, അതുകൊണ്ട് റസൂലിൻ്റെ കാലത്ത് ഞങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നു. പക്ഷെ റസൂലിൻ്റെ കാലശേഷം അങ്ങനെ ഗവൺമെൻറ്റിന് സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിച്ചവർ ഉണ്ടായിരുന്നു. അവർ സക്കാത്ത് നിഷേധികൾ എന്നവരെ പറ്റി പറയുമ്പോഴും യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക, അവർ സക്കാത്ത് എന്ന് പറയുന്ന ആരാധനയെ നിഷേധിച്ചവരായിരുന്നില്ല, മറിച്ച് സക്കാത്ത് സംഘടിത സ്വഭാവത്തിൽ ഗവൺമെൻറ്റിന് നൽകുന്നത് തടഞ്ഞവരായിരുന്നു. ഞങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് തീരുമാനിച്ചവരായിരുന്നു. അപ്പം അവർക്ക് നേരെ ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി ലഉഖാതിലന്നഹും, നമസ്കാരത്തിനും സക്കാത്തിനുമിടയിൽ ആര് വേർതിരിവ് കൽപ്പിച്ചാലും അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവനയാണ് ലൗ മനഊനി ഇഖാലൻ ലഉഖാതിലന്നഹും, അവരെനിക്ക് തടയുന്നത് ഒരൊട്ടകക്കയറാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയായി ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി മാത്രമല്ല, അദ്ദേഹം മുസ്ലിം ഉമ്മത്തിൻ്റെ ഇമാമാണ് എല്ലാ നിലക്കും, അതിൽ ഭരണാധികാരം കൂടി വരുന്നു എന്ന് മാത്രമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അക്ഷരാർത്ഥത്തിലുള്ള പിൻഗാമിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത് ഒട്ടകക്കയറാണ് തടയുന്നതെങ്കിൽ പോലും ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിച്ചാൽ ഒട്ടകക്കയർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? എവിടെയാണ് ഒട്ടകക്കയർ സക്കാത്ത് കൊടുക്കേണ്ടെന്ന വല്ല അവസ്ഥയും വരും? ഇല്ലല്ലോ. ഒട്ടകക്കയർ സക്കാത്തായി കൊടുക്കുക എന്ന് പറയുന്നൊരു കേസ് യഥാർത്ഥത്തിൽ വരൂല. പിന്നെ എന്താണ് ആ കേസ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാലികളുടെ സക്കാത്ത് കൊടുക്കുമ്പോൾ, ഒട്ടകത്തിൻ്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ, പശുക്കളുടെ സക്കാത്ത് കൊടുക്കുമ്പോൾ, ആടിൻ്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന് സക്കാത്ത് ഉദ്യോഗസ്ഥർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സക്കാത്ത് പിരിക്കാൻ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണോ അത് ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് ആ രീതിയിൽ മാറ്റം വരുത്തിയാൽ പോലും ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആടിനെ സക്കാത്തായിട്ട് കൈപ്പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒട്ടകത്തെ സക്കാത്തായി കൈപ്പറ്റുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ ഒട്ടകത്തിൻ്റെയോ ആടിൻ്റെയോ ഒക്കെ ഉടമ റസൂലിൻ്റെ കാലത്ത് സക്കാത്ത് പിരിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആ കൊടുക്കുന്ന മൃഗത്തിൻ്റെ കയറടക്കമാണ് ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് എങ്കിൽ ഇന്നും അങ്ങനെ തന്നെ തരണം. ഇന്നൊരാൾ സക്കാത്ത് ആടല്ലേ സക്കാത്തുള്ളൂ, ആ കയർ എൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് കയർ ഊരിയിട്ട് ഇത് അങ്ങളാ സക്കാത്ത് വിഹിതമായ ആട് പിടിച്ചോളിം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. റസൂലിൻ്റെ കാലത്ത് കയറടക്കമാണ് ഏൽപ്പിച്ചു കൊടുത്തിരുന്നതെങ്കിൽ, അതിനല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ പെടും അല്ലേ, ഇതതിൻ്റെ പാട്ടിന് പോകും കാലികൾ കയറില്ലാതെ, അല്ലെങ്കിൽ അയാൾ കയറുകൊണ്ട് വരണം, സക്കാത്തായിട്ട് വാങ്ങാനുള്ള ആടിനെ കെട്ടാനുള്ള പിടിക്കാനുള്ള കയറുമായിട്ട് അയാൾ വരണം. അപ്പോൾ റസൂലിൻ്റെ കാലത്ത് കയറടക്കം കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സക്കാത്ത് എനിക്ക് നിർബന്ധമായ സക്കാത്ത് ഞാൻ തരാം, അധികമായി കയറ് പോലും ഞാൻ തരില്ല എന്നൊരാൾ വാശി പിടിച്ചാൽ അത് സമ്മതിച്ചു തരില്ല, അത് സക്കാത്തിൻ്റെ നിഷേധമാണ് എന്ന നിലക്ക് പരിഗണിച്ച് യുദ്ധം ചെയ്യും എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൽ
സക്കാത്ത് ജനിച്ചു വീണത് സംഘടിത സ്വഭാവത്തിലുള്ള സക്കാത്തായിട്ടാണ്. സംഘടിത സ്വഭാവത്തിലാണ് സക്കാത്ത് ജനിച്ചത് തന്നെ. നീണ്ട നൂറ്റാണ്ടുകൾ ഇസ്ലാമിക സമൂഹത്തിൽ അത് നടപ്പിലാക്കപ്പെട്ടു പോകുന്നത് സംഘടിത സ്വഭാവത്തിലാണ്. കാരണം സംഘടിത സ്വഭാവത്തിൽ സക്കാത്ത് നിർവഹിക്കുന്നതിലൂടെയാണ് സക്കാത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും യഥാവിധി നിർവഹിക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ കാര്യമൊക്കെ നടക്കും, പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അത് പ്രാപ്തമായിരിക്കുകയില്ല. സംഘടിതമായ സംവിധാനങ്ങൾ ഇല്ലാത്തിടത്ത് അതുണ്ടാക്കാൻ മുസ്ലിം സമൂഹം മുൻകൈയ്യെടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം സംഘടിതമായി അത് നിർവഹിക്കുന്നതിന് അതിന് മാത്രം നേട്ടങ്ങൾ വ്യക്തികളായി സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ ഉണ്ട് എന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. ഏത് കാര്യവും ഒരു വ്യക്തി അയാളുടെ മാത്രം ചിന്തയും അയാളുടെ മാത്രം ആലോചനയും അയാളുടെ മാത്രം ആസൂത്രണവും വെച്ച് നടപ്പിലാക്കുന്നതും ഒരു സംവിധാനം, പ്രത്യേകിച്ചും ആ മേഖലയിൽ സ്കില്ലുള്ള, ആ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള, ആ മേഖലയിൽ അറിവുള്ള ഒരു സംഘം ആ കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് സക്കാത്തിൻ്റെ വലിയ സൽഫലങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, സക്കാത്തിൻ്റെ അത് ജനിച്ചപ്പോൾ തന്നെയുള്ള, അത് തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഇസ്ലാമിൽ അതെങ്ങനെയായിരുന്നുവോ ആ സ്വഭാവത്തിൽ അതിനെ നിലനിർത്താനുള്ള ബാധ്യത ഒരു സമുദായം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സക്കാത്തുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, രണ്ട് അർത്ഥങ്ങളുള്ള പദപ്രയോഗമാണ് സക്കാത്ത് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ. തത്വഹീർ എന്നും അർത്ഥമുണ്ട്, അതിന് തന്മിയത്ത് എന്നും അർത്ഥമുണ്ട്. തത്വഹീർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നാണ് അർത്ഥം. അപ്പൊ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ്. രണ്ടാമത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. അപ്പൊ ശുദ്ധീകരണം എന്ന അർത്ഥവും വളർച്ച എന്ന അർത്ഥവുമുള്ള ഒരു പ്രയോഗത്തെയാണ്, ഒരു അറബി ഭാഷാ പ്രയോഗത്തെയാണ് ഈ സംവിധാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റുന്നതാണ്. ആ പേര് വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗം കൂടിയാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും. എന്ന് മാത്രമല്ല, ആ പേരിന് ഇസ്ലാമിൻ്റെ റൂഹുമായി, ഇസ്ലാമിൻ്റെ ചൈതന്യവുമായി, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രയോഗമാണത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകർക്ക് നൽകിയത് എന്തിനാണ് എന്ന ചോദ്യം നമ്മൾ പരിശോധിച്ചാൽ, എന്തിനാണ് റസൂലിനെ നിയോഗിച്ചത്, റസൂലിൻ്റെ നിയോഗ ദൗത്യം ആയി അള്ളാഹു നിശ്ചയിച്ച കാര്യം എന്താണ് എന്ന് പഠിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ആയത്തുകളിൽ ഒന്നാണ്. അതിലൊരായത്തുള്ളത് സൂറത്തുൽ ജുമുഅയിലാണ്, നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ റസൂലൻ മിൻഹും യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദി അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. രാജാധിരാജനും പരമപരിശുദ്ധനും അജയ്യനും അങ്ങേയറ്റത്തെ യുക്തിജ്ഞനുമായ അള്ളാഹുവിനെയാണ് ആകാശഭൂമികൾ മുഴുവനും അതിലുള്ളത് സകലതും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അള്ളാഹുവിനെയാണ്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ. ആ അള്ളാഹുവാണ് ആകാശഭൂമികൾ മുഴുവൻ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാകുന്നു. ആ നിരക്ഷരരിൽ അവരിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടി ഒരു റസൂലിനെ, ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്ത് അയച്ചത്. എന്തിനു വേണ്ടിയാണ്? എന്തൊക്കെയാണ് ആ അള്ളാഹു തെരഞ്ഞെടുത്തയച്ച ആ പ്രവാചകന്റെ നിയോഗ ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? യത്ലു അലൈഹിം ആയാതിഹി, അവർക്ക് അള്ളാഹുവിൽ നിന്ന് വഹിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന
ആയത്തുകൾ അവർക്ക് ചൊല്ലിക്കേൾപ്പിച്ചു കൊടുക്കുക, അവർക്ക് പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. വയുസക്കീഹിം, രണ്ടാമത്തെ അയാളുടെ ദൗത്യം ആ ആയത്തുകളെ മുൻനിർത്തി, ആ ആയത്തുകളിലുള്ള മാർഗനിർദ്ദേശങ്ങളെ മുൻനിർത്തി അടിസ്ഥാനപ്പെടുത്തി അവരെ സംസ്കരിക്കുക എന്ന ജോലിയാണ് പ്രവാചകനുള്ളത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തിരുസുന്നത്തും അതിൻ്റെ പ്രായോഗികമായ മാതൃകയും അവർക്ക് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊടുക്കുക എന്നതുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം. റസൂലിന്റെ നിയോഗ ദൗത്യത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അതൊരു മാധ്യമമാണ്, അതതിനുള്ള പ്രവാചകന്റെ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു വസീലയാണ്, മാർഗമാണ്. ഖുർആനും സുന്നത്തും പ്രവാചക മാതൃകയും അതും അതിൻ്റെ മാർഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ വയുസക്കീഹിം എന്ന് പറഞ്ഞതാണ്. മനുഷ്യരെ സംസ്കരിക്കാൻ വേണ്ടിയാണ്, തസ്കിയത്ത് നടത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഭൂമിയിൽ ആഗതനായത് എന്ന് ചോദിച്ചാൽ മനുഷ്യരെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. മനുഷ്യരെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന് രണ്ടർത്ഥമുള്ളതാണ്. തത്വഹീർ എന്ന് അർത്ഥമുണ്ട്, അതിന് ശുദ്ധീകരിക്കുക. അപ്പോൾ താൻ നിയോഗിക്കപ്പെട്ട ജനങ്ങളെ, ഏത് സമൂഹത്തിലേക്കാണോ താൻ നിയോഗിക്കപ്പെട്ടത് ആ സമൂഹത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രവാചകന്റെ ഒരു ദൗത്യം. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളിൽ നിന്നാണ് ശുദ്ധീകരിക്കേണ്ടത്. അവരകപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ജീർണതകളിൽ നിന്നും അവരെ ശുദ്ധീകരിച്ചെടുക്കണം. വിശ്വാസപരമായി, അതേപോലെ തന്നെ കർമ്മപരമായി, അതേപോലെ തന്നെ സ്വഭാവപരമായി, പ്രധാനമായും ഈ 3 തലങ്ങളിൽ മനുഷ്യരകപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ജീർണതകളിൽ നിന്നും അവരെ സംസ്കരിക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന്റെ അല്ലെങ്കിൽ നിയോഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അങ്ങനെ ശുദ്ധീകരിച്ചെടുത്ത ആളുകളെ പിന്നീട് വളർത്തണം. ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉന്നതമായ വിശ്വാസങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും സ്വഭാവ പെരുമാറ്റങ്ങളിലേക്കും ആ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നതും പ്രവാചകന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള, നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് തസ്കിയത്ത് അഥവാ മനുഷ്യന്റെ സംസ്കരണം എന്ന് പറയുന്നത്. ആ സംസ്കരണം സാധ്യമാക്കാൻ വേണ്ടിയാണ് ദീനിലെ സകല നിയമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിയമങ്ങളിൽ അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമുണ്ട്, മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമുണ്ട്. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കാനും അത് വ്യവസ്ഥപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള നിയമങ്ങൾക്കാണ് നമ്മൾ ആരാധനകൾ എന്ന് പറയുക, അഥവാ ഇബാദത്തുകൾ എന്ന് പറയുക. അതേസമയത്ത് മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കാനും അതിൽ തർക്കങ്ങളും പരസ്പരമുള്ള കലഹങ്ങളും ഒന്നുമില്ലാതെ അവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തെ കാത്തു സൂക്ഷിച്ച് നിലനിർത്തുന്നതിനും വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള നിയമങ്ങൾക്കാണ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ മുആമലാത്ത് എന്ന് നമ്മൾ പറയുക. മനുഷ്യർക്കിടയിലുള്ള ഇടപാടുകളുമായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുക. ഈ 2 തരം നിയമങ്ങളും ഉണ്ട്. ഇതിൽ ഇബാദത്തുകളുടെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ ഇബാദത്തുകളിൽ തന്നെ എന്താണോ ഇസ്ലാമിക നിയമങ്ങളുടെ മൊത്തം ലക്ഷ്യം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ സംസ്കരണമാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ മൊത്തം ലക്ഷ്യം എന്ന് പറയുന്നത്. മൊത്തം ഇസ്ലാം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ്, മനുഷ്യരെ സംസ്കരിച്ചെടുക്കുക, തസ്കിയത്ത് നടത്തുക എന്നതാണ്. ആ ലക്ഷ്യത്തെ നേർക്ക് നേരെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഇസ്ലാമിലെ ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം കൊണ്ട് അള്ളാഹു എന്താണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തെ തന്നെ പേരായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ സക്കാത്ത് മൊത്തം ഇസ്ലാമിന്റെ ഒരു പതിപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്.
അപ്പോൾ സക്കാത്തിലൂടെ നടക്കുക ഈ സംസ്കരണമാണ്. അതേ സമയത്ത് സക്കാത്ത് എന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, സക്കാത്ത് ഒരാരാധനയാണ്, ഒരു പ്യുവറായ ആരാധനയാണ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, ഉംറ പോലെ ഒക്കെ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയിൽ നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവുമായിട്ടാണ് അതിൻ്റെ ആദ്യ ബന്ധം. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കാനും അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നേടിയെടുക്കാനുമുള്ളതുമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായി സക്കാത്തിന് മനുഷ്യരുമായിട്ടുള്ളൊരു ഇടപാട് കൂടി സക്കാത്തിലുണ്ട്. അത് കേവലം നിസ്കാരം പോലെ അള്ളാഹുവുമായിട്ട് മാത്രമുള്ളൊരു ഇടപാട്, അത് ആ കർമ്മം നിർവഹിക്കുന്നതിൽ തന്നെ അള്ളാഹുമായിട്ട്. നോമ്പിൽ അങ്ങനെയില്ല, നിസ്കാരത്തിൽ അങ്ങനെയില്ല, ഹജ്ജിലും ഉംറയിലും യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായി അടിസ്ഥാന കർമ്മങ്ങളിലൊന്നും അങ്ങനെയില്ല. പക്ഷേ സക്കാത്തിൽ അതുണ്ട്. സക്കാത്ത് ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ് എന്നതുപോലെ ഒരു സാമ്പത്തിക ഇടപാട് കൂടിയാണ്. ഒരു മനുഷ്യൻ തൻ്റെ കൈവശമുള്ള സമ്പത്ത് മറ്റൊരാൾക്ക് കൈമാറുക എന്ന കൈമാറ്റ പ്രക്രിയ, സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു പ്രക്രിയ കൂടി അതിൽ നടക്കുന്നുണ്ട് എന്ന വ്യതിരിക്തത സക്കാത്തിനുണ്ട്. ആ സക്കാത്ത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് ശുദ്ധീകരണമാണ്, അത് സംസ്കരണമാണ്, അത് വളർച്ചയാണ്, അത് അഭിവൃദ്ധിയാണ് എന്നതാണ്. സാധാരണഗതിയിൽ സക്കാത്ത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആ സക്കാത്തിൻ്റെ ഒരു സാമൂഹികമായ തലം, സാമൂഹികമായ അതുകൊണ്ടുണ്ടാകുന്ന ഒരു മെച്ചത്തെക്കുറിച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുക. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ സാമൂഹികമായ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് ആർക്കുള്ള നേട്ടത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക? സക്കാത്ത് വാങ്ങുന്ന ആളുകൾക്കുള്ള നേട്ടമായിട്ടായിരിക്കും അത് പറയാൻ പറ്റുക. ദരിദ്രന്മാരായ ആളുകൾക്ക്, അഗതികളായ ആളുകൾക്ക്, കടബാധിതരായ ആളുകൾക്ക്, അടിമകളായ ആളുകൾക്ക്, ഇങ്ങനെ സക്കാത്തിൻ്റെ അവകാശികളായി വരുന്ന 8 വിഭാഗം ആളുകൾ, ഇവരുടെ ശാക്തീകരണം, അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ന നിലക്കാണ് നമ്മൾ അതിനെ അവതരിപ്പിക്കുക. അതേ സമയത്ത് സക്കാത്ത് നിർവഹണത്തിന് യഥാർത്ഥത്തിൽ 2 തലങ്ങളുണ്ട്. സക്കാത്ത് നിർവഹണത്തിന് 2 തലങ്ങളുണ്ട്. അതിലൊന്നാമത്തത് സക്കാത്ത് കൊടുക്കുക, അത് വാങ്ങിവെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഘട്ടമാണ് ആ സക്കാത്തിൻ്റെ വിതരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സക്കാത്തിൻ്റെ ശേഖരണം ഒന്നാണ്, സക്കാത്തിൻ്റെ വിതരണം മറ്റൊരു പ്രക്രിയയാണ്. ഇതിൽ ആദ്യം നടക്കേണ്ടത് സക്കാത്തിൻ്റെ ശേഖരണമാണ്. സക്കാത്തിൻ്റെ ശേഖരണം നടക്കുമ്പോൾ, അത് നടന്നാലേ രണ്ടാമത്തെ ഘട്ടം നടക്കുകയുള്ളൂ, ശേഖരിച്ചാലേ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. ശേഖരണം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ചർച്ചകളിലേക്ക് വരാത്തത് കൊണ്ട് സക്കാത്ത് ദായകർ, പലപ്പോഴും സക്കാത്ത് കൊടുക്കേണ്ടി വരുന്ന ആളുകൾ പലപ്പോഴും സക്കാത്തിനെ ഒരു നഷ്ടമായിട്ടാണ് പലപ്പോഴും പരിഗണിക്കുന്നത്. ഇതെല്ലാ കൊല്ലവും ഇപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സമ്പത്തിൽ നിന്ന് 2.5% ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു കാര്യം എന്നുള്ള നിലക്കാണ് പലപ്പോഴും അതിനെ ആളുകൾ വിലയിരുത്തുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ജനങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കാൻ ആഹ്വാനം നൽകിയിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്. ആ കൽപ്പനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അവരിൽ നിന്ന് സക്കാത്ത് വാങ്ങുന്നത്, എന്തുകൊണ്ട് താങ്കൾ അവരിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കണം, എന്തുകൊണ്ട് അവർ താങ്കൾക്ക് സക്കാത്ത് തരണം എന്നതിൻ്റെ ലക്ഷ്യങ്ങൾ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, ഇതാണ് റസൂലിനുള്ള ആഹ്വാനം. പ്രവാചകരെ, അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ സ്വതക്ക സ്വീകരിക്കുക, അഥവാ നിർബന്ധ സക്കാത്ത് സ്വീകരിക്കുക. എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? പാവങ്ങളുടെ ശാക്തീകരണത്തിനാണോ?
ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണോ? പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം നീക്കം ചെയ്യാനാണോ? അല്ല. അതൊക്കെ അത് വിതരണം ചെയ്യുമ്പോൾ നടക്കുന്നതാണ്. മുഅ്മിനുകളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് താങ്കൾ സക്കാത്ത് സ്വീകരിക്കുന്നത് തുതഹിറുഹും, ഒന്നാമതായി അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സക്കാത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം സക്കാത്ത് ദായകരെ ശുദ്ധീകരിക്കുക എന്നതാണ്. അപ്പൊ എങ്ങനെയാണ് സക്കാത്ത് ദായകരെ ശുദ്ധീകരിക്കുക? സക്കാത്ത് കൊടുക്കുന്ന ആളുകളുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി അത് ആ മനുഷ്യനെ തന്നെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യനെ ശുദ്ധീകരിക്കേണ്ടത് ജീർണതകളിൽ നിന്നാണ്. ജീർണതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചിലരുടെ വിശ്വാസങ്ങളിൽ ജീർണതകൾ ഉണ്ടാകും, ചിലപ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ ജീർണതകൾ ഉണ്ടാകും, പലപ്പോഴും നമ്മുടെ സ്വഭാവശീലങ്ങളിൽ ജീർണതകൾ ഉണ്ടാകും, തിന്മകൾ ഉണ്ടാകും. അതിനെയൊക്കെ ശുദ്ധീകരിക്കാനുള്ളതാണ് ഒന്നാമതായി സക്കാത്ത് എന്ന് പറയുന്നത്. ഒന്നാമതായത് സക്കാത്ത് ദായകനെ ശുദ്ധീകരിക്കും. അയാളെ ശുദ്ധീകരിക്കാൻ ഒന്നാമതായി അയാളെ വിശ്വാസപരമായിട്ട് അയാളെ അത് ശുദ്ധീകരിക്കും. എന്തുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു മടിയും കൂടാതെ താല്പര്യത്തോടുകൂടി സക്കാത്ത് കൊടുക്കുന്ന തീരുമാനത്തിലേക്ക് അയാൾ എത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി അത് അയാളുടെ വിശ്വാസത്തിൻ്റെ ശുദ്ധി കൊണ്ടാണ്. അയാൾ വിശ്വസിക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായി അയാൾ വിശ്വസിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ചാൽ എന്നത് ഒരാളുടെ ദൃഢവിശ്വാസമായാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്നാണ്. ഇലാഹ് എന്ന് പറയുന്ന പദം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയാത്ത പദപ്രയോഗമാണ്. പണ്ഡിതന്മാർ അറബി ഭാഷയിൽ തന്നെ അതിനെ പണ്ഡിതന്മാർ സുദീർഘമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നത് എന്നത്. ഒന്നാമതായി അതിൻ്റെ അർത്ഥം ലാ ഖാലിഖ ഇല്ലല്ലാ എന്നാണ്. സ്രഷ്ടാവായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ അനുബന്ധമായി വരുന്നതാണ് അള്ളാഹു സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ലാ റാസിഖ ഇല്ലല്ലാ, സൃഷ്ടിച്ചതിന് മുഴുവൻ നിലനിൽക്കാനുള്ള ഇന്ധനം കൊടുക്കുന്നത്, അന്നം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അല്ലാഹുവല്ലാതെ അന്നദാതാവായി വേറാരുമില്ല എന്നത് അതിൻ്റെ അർത്ഥമാണ്. ലാ റബ്ബ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല എന്നത് അതിൻ്റെ അർത്ഥമാണ്. സൃഷ്ടിച്ചത് സകലതിനെയും സൃഷ്ടിച്ചത് അല്ലാഹു ആയതുകൊണ്ട് തന്നെ സകലതിൻ്റെയും ഉടമസ്ഥനും അല്ലാഹുവാണ്. അതുകൊണ്ട് ലാ മാലിക ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ വേറൊരു ഉടമസ്ഥനുമില്ല എന്നതുമാണ്. അതിൻ്റെ അനുബന്ധമായി പിന്നീട് വരുന്നതാണ് ലാ ഹാക്കിമ ഇല്ലല്ലാ, സൃഷ്ടിച്ചതും അന്നം തരുന്നവനും സംരക്ഷിക്കുന്നവനും അതുപോലെ തന്നെ ഉടമസ്ഥനും ഒരാളാണെങ്കിൽ അയാൾ തന്നെയാണ് നിയമം പറയേണ്ടവൻ. അയാൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ ശക്തി സൃഷ്ടിച്ച ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഓരോന്നിനെയും എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്താൻ അനുവാദമുള്ളത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തത് എന്നതൊക്കെ വിശദീകരിക്കേണ്ടത്, അതിനൊക്കെയുള്ള നിയമവും വ്യവസ്ഥയും ഉണ്ടാക്കാനുള്ള അധികാരവും അർഹതയും ഏകനായ അള്ളാഹുവിന് മാത്രമാകുന്നു എന്നാണ്. ഇതിൽ ലാ മാലിക ഇല്ലല്ലാ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന നമ്മുടെ തൗഹീദിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണെന്ത്? ലാ മാലിക ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ വേറൊരു ഉടമസ്ഥനുമില്ല എന്നതാണ്. സകലതിൻ്റെയും ആത്യന്തിക ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന് മുസ്ലിമാകാൻ ഒരു വിശ്വാസി വിശ്വസിച്ചേ പറ്റൂ, ഒരു മുസ്ലിം വിശ്വസിച്ചേ പറ്റൂ. താനടക്കം ഈ ഭൂമിയിലുള്ള സകലതിൻ്റെയും യഥാർത്ഥ ഉടമ അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കാത്തവൻ മുഅ്മിനാവുകയില്ല, മുസ്ലിം ആവുകയില്ല. കാരണം അയാളുടെ തൗഹീദ് പൂർണ്ണമല്ല എന്നതുകൊണ്ട്. എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ ഭൂമിയിലുള്ള സകല സമ്പത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാകുന്നു എന്നത് തൗഹീദിൻ്റെ സങ്കല്പത്തിൽ വളരെ മർമ്മപ്രധാനമായ ഒരാശയമാണ്. ഒരാൾ അത് വിശ്വസിച്ചേ പറ്റൂ.
ഒരു മുഅ്മിൻ. അപ്പോൾ പിന്നെ എൻ്റെ കൈവശമുള്ള, ഞാൻ എൻ്റെതെന്ന് കരുതുന്ന, എല്ലാവരും എൻ്റെ ഉടമസ്ഥതയിലുള്ളതെന്ന് എല്ലാവരും അംഗീകരിച്ചു തരുന്ന, എൻ്റെ കയ്യിൽ രജിസ്ട്രേഷനുള്ള, ആധാരമുള്ള സമ്പത്ത്, അതിൻ്റെ ഉടമസ്ഥൻ ആരാ എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടത് അതിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു ആകുന്നു. പിന്നെ എനിക്കെന്താണ് റോൾ? അവിടെയാണ് വിശ്വാസത്തിലുള്ള ജീർണതകൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ സമ്പത്ത് എൻ്റെതാണ്. ഹാമാൻ പണ്ട് പറഞ്ഞതുപോലെ ഇതൊക്കെ ഞാൻ എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ സാമർഥ്യം കൊണ്ടും ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ ഇത് ചെലവഴിക്കും എന്ന നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അയാൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ ഇസ്ലാമിലെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലെ ജീർണത നീക്കിയാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാന സങ്കല്പം അൽ മാലു മാലുല്ലാ വൽ ഇൻസാനു മുസ്തഖ്ലഫുൻ ഫീ എന്നതാണ്. ധനം, സമ്പത്ത് ഇത് അള്ളാഹുവിൻ്റെതാണ്. മനുഷ്യൻ അതിൽ പ്രാതിനിധ്യം ഏൽപ്പിക്കപ്പെട്ടയാൾ മാത്രമാണ്. മനുഷ്യൻ അതിൽ വിശ്വസ്തത ഏൽപ്പിക്കപ്പെട്ടയാൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചേൽപ്പിച്ച ഒരാളുടെ റോൾ മാത്രമാണ് മനുഷ്യന് സമ്പത്തിന്മേലുള്ളത്. അത് തിരിയണമെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ ഒരാളും സമ്പത്തുമായിട്ടല്ല ഭൂമിയിലേക്ക് വരുന്നത് എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് ഇസ്ലാമികമായിട്ടുള്ളത്, ഒരാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ ഉടമസ്ഥതയിലുള്ള സകല സമ്പത്തിൻ്റെയും ഉടമസ്ഥാവകാശം യഥാർത്ഥ ഉടമയായ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നു എന്നതാണ്. ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും ആരിലേക്ക് പോകും? അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും. പിന്നെ അതിൽ നിന്ന് എൻ്റെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി ഞാൻ കടബാധ്യത വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ഞാൻ വല്ലതും ആർക്കെങ്കിലും അനുവദനീയമായ രൂപത്തിൽ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അത് കഴിച്ച് ബാക്കി വരുന്ന എൻ്റെ സമ്പത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു. അത് അള്ളാഹു വീതം വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഒരാൾക്കും അയാൾ മരിച്ചു പോകുന്നതിന് മുമ്പ് താൻ മരിച്ചാൽ തൻ്റെ സ്വത്ത് ഇത്ര ഇന്നയാൾക്ക് എന്ന് എഴുതി വെക്കാൻ അനുവാദമില്ല. അങ്ങനെ എഴുതി വെച്ചാൽ തന്നെ അത് നടപ്പിലാവുകയില്ല. മറിച്ച് അയാൾ മരിച്ചാൽ പിന്നെ അയാളുടെ അടുത്ത ബന്ധുക്കളായി ആരൊക്കെയാണോ അനന്തരാവകാശികളുള്ളത് അവർക്ക് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വീതം, അത് വളരെ കൃത്യതയുള്ള വിഹിതമാണ്. പകുതി, 1/3, 2/3, 4/1, 8/1 ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായ സംശയമില്ലാത്ത വിധം കൃത്യമായ കണക്കുകളിലൂടെ അള്ളാഹു അത് തീരുമാനിച്ചിരിക്കുകയാണ്. ഫരീളത്തൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഫർലാക്കപ്പെട്ട വീതം വെപ്പാണത്. അതുകൊണ്ട് അതിൽ ആരും കൈകടത്താൻ വരരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി താക്കീത് നൽകിയിട്ടുമുണ്ട് എന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അനന്തരാവകാശം, എൻ്റെ സ്വത്ത് എൻ്റെ മരണശേഷം ആർക്കൊക്കെ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്തുകൊണ്ട് എനിക്കില്ല എന്ന് ചോദിച്ചാൽ, എൻ്റെ കൈവശമുള്ള എൻ്റെ ഉടമസ്ഥതയുള്ള സമ്പത്തിൻ്റെ ഒന്നും യഥാർത്ഥ അധികാരിയും യഥാർത്ഥ ഉടമസ്ഥനും ഞാനല്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാനല്ലെങ്കിൽ പിന്നെ അത് യഥാർത്ഥ ഉടമ ആരാണോ അയാൾ തീരുമാനിക്കുന്നത് പ്രകാരമാണത് പിന്നീട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്നതാണ് ഇസ്ലാമിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ സങ്കല്പം. അപ്പോൾ ഒന്നാമതായി സക്കാത്ത് നമ്മുടെ വിശ്വാസപരമായ ജീർണതയെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. എന്ന് പറഞ്ഞാൽ സമ്പത്ത് എൻ്റെതാണ് എന്നുള്ള മനുഷ്യന്റെ ഒരു ഭാവത്തെ അതെന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. അതിനാണ് ഇതെൻ്റെതല്ല, എൻ്റെ ഒരു യുക്തി അനുസരിച്ച് ഞാൻ കൊടുക്കേണ്ട ആൾക്കല്ലാതെ എൻ്റെ സമ്പത്തിൽ നിന്ന് നിശ്ചിത വീതം കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഓരോ കൊല്ലവും എൻ്റെ കൈവശമുള്ള സമ്പത്ത് എൻ്റെതല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ്.
വേറെ ആരോ പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുക്കേണ്ടി വരുമ്പോൾ അതെന്നിൽ എന്ത് ബോധം ഉണ്ടാക്കും? ഇതൊന്നും എൻ്റെതല്ല, വേറെ ആരുടേതോ ആണ്. അയാൾ പറഞ്ഞതനുസരിച്ച് കൃത്യമായി ചെലവഴിക്കാനുള്ള അനുവാദം മാത്രമാണ് എനിക്കിത് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ ശുദ്ധീകരണം അതിലൂടെ നടക്കും. രണ്ടാമത്തത്, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ വന്നു ചേരുന്ന ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. ആ ദൂഷ്യങ്ങളിൽ പലതും സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. ആർത്തി മനുഷ്യന്റെ ഒരു സ്വഭാവ ദൂഷ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉഹുദ് മലയോളം കിട്ടിയാലും ഇത്രയും കിട്ടിയല്ലോ, എന്തിനാ എനിക്ക് ഇത്ര തോനെ, ഇതന്നെ ധാരാളം എന്ന് കരുതുന്നതിന് പകരം മനുഷ്യൻ ഒരു മലയോളം കൂടി കിട്ടിയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യനിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ട്. സമ്പത്തിനോട് അത് ഉടമപ്പെടുത്താൻ, അത് കൈവശം വെക്കാൻ ഉള്ള ഒരു താല്പര്യം മനുഷ്യനിലുണ്ട്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? ആ താല്പര്യത്തെയും മനുഷ്യന്റെ ആ ഒരു സമ്പത്തിനോടുള്ള ഒരു ഇഷ്ടത്തെയും ഒന്നും അള്ളാഹു പൂർണ്ണമായും നിരാകരിക്കുന്നില്ല. അതിനനുവദിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് പരിധി വിട്ടു പോകാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സമ്പത്തിനോടുള്ള ഒരു ഇഷ്ടം മനുഷ്യനുണ്ടാവാം, സമ്പാദിക്കാനുള്ള ഒരു താല്പര്യം മനുഷ്യനുണ്ടാവാം, അതുണ്ടാവണം എന്നതാണ് ഇസ്ലാമിൻ്റെയും തീരുമാനം. പക്ഷേ അത് അനധികൃതമായ സ്വഭാവത്തിൽ സമ്പാദിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിച്ചുകൂടാ. അള്ളാഹു അനുവദിച്ചിട്ടുള്ള ന്യായമായ വഴികളിലൂടെ എത്രയും ഒരു കണക്കുമില്ലാതെ സമ്പാദിക്കാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ട്. ഒരാൾ ഇത്ര എത്തിയാൽ പിന്നെ ഒരാൾ സമ്പാദിക്കൽ നിർത്തണം എന്നുള്ള നിയമമൊന്നും എന്തില്ല, ഇസ്ലാമിൽ ഇല്ല. സമ്പാദ്യത്തിന് ഇസ്ലാം പരിധി നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ സമ്പാദിക്കുന്നത് തെറ്റായ രീതിയിലാകരുത് എന്നത് മാത്രമാണ് വ്യവസ്ഥ ഉള്ളത്. അപ്പൊ ആർത്തി, മനുഷ്യന്റെ ആർത്തി, സമ്പത്തിനോടുള്ള ആർത്തിയെ തിരുത്താനുള്ള ഒരു മാർഗമാണ് ദാനം എന്ന് പറയുന്നത്. അപ്പൊ താൻ സമ്പാദിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടി കൂടിയാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് എന്നുള്ള നിലക്ക് ഒരാൾ സമ്പാദിക്കുന്നു എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ സമ്പാദിക്കുന്നതിൽ നിന്ന് നിർബന്ധമായും സമൂഹത്തിലേക്കൊരു വിഹിതം കൊടുക്കാൻ അയാൾക്ക് ബാധ്യതയുണ്ട് എന്ന് വരുന്നതോടുകൂടി അയാളുടെ ആർത്തി ശമിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഗുണം സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ താക്കീത് നൽകിയിട്ടുള്ള ഒരു ദുർഗുണമാണെന്ത്? പിശുക്ക് എന്ന് പറയുന്നത്. പിശുക്ക്. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ, ആർക്ക് സംരക്ഷണം കിട്ടിയോ അവരാണ് വിജയിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പിശുക്കുള്ളവർ പരാജയപ്പെട്ടു പോകും എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷെ പിശുക്കിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ രക്ഷപ്പെടുക? പിശുക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് കുറെ ഉത്ബോധനങ്ങൾ കിട്ടിയതുകൊണ്ട് പിശുക്ക് മാറുകയില്ല. കുറെ ക്ലാസ് കേട്ടതുകൊണ്ട് പിശുക്ക് മാറുകയില്ല. പിശുക്ക് കൊടുത്തു തന്നെ മാറണം. കയ്യിലുള്ളത് ചെലവഴിച്ച് ശീലിച്ച് തന്നെ പിശുക്ക് മാറ്റണം. അല്ലാതെ ഒരാൾ പിശുക്കിനെ കുറിച്ചുള്ള എല്ലാ ആയത്തുകളും വായിച്ചു പഠിച്ചു, എല്ലാ ഹദീസുകളും വായിച്ചു പഠിച്ചു, പിശുക്കിനെ കുറിച്ച്, അതിൻ്റെ അപകടങ്ങളെ കുറിച്ച് അയാൾക്ക് നല്ല അറിവുണ്ട് എന്നതുകൊണ്ട് ഒരാൾ പിശുക്കനാകാതിരിക്കുകയില്ല. പിശുക്ക് കൊടുത്തു തന്നെ, ഉദാരത ശീലിച്ചുകൊണ്ട് തന്നെ മാറ്റിയെടുക്കണം. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച, അതുകൊണ്ട് നിങ്ങൾ പിശുക്കിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നിങ്ങളെ അള്ളാഹ് കൊടുത്ത് ശീലിപ്പിക്കുകയാണ്. അപ്പൊ അതിൻ്റെ തുടക്കം നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞ അളവിലെങ്കിലും നിങ്ങൾ കൊടുത്ത് ശീലിച്ചു തുടങ്ങിക്കോളി. അത് കൊടുത്ത് ശീലിച്ചു തുടങ്ങിയാൽ, കൊടുക്കുന്നതിൻ്റെ ഒരു സുഖം ഒരാൾ അറിഞ്ഞാൽ, കൊടുക്കുന്നതിൻ്റെ ഒരു നിർവൃതിയും അതിൻ്റെ ഒരു ആത്മസുഖവും ഒരാൾ അനുഭവിച്ചാൽ, അയാൾ ആ 2.5% കണക്കിനപ്പുറത്ത് ഉദാരമായി നിരന്തരമായി കൊടുത്തുകൊണ്ടേയിരിക്കും എന്നതാണ് കൊടുത്ത് പിശുക്ക് ഇല്ലാതാക്കി ഉദാരത ശീലിച്ച സകല മനുഷ്യരുടെയും അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും
ഉദ്ദേശിച്ച സാമ്പത്തിക വിഭവം സമാഹരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, അങ്ങനെ കുറെ മനുഷ്യന്മാർ, കൊടുത്തതിൻ്റെ സുഖമറിഞ്ഞ മനുഷ്യന്മാർ, കൊടുത്താൽ കിട്ടുന്ന ബർക്കത്തിന്റെ നേരനുഭവങ്ങളുള്ള ധാരാളം മനുഷ്യന്മാർ ഈ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് എന്തു ചോദിച്ചാലും, എന്ത് നല്ല കാര്യത്തിന് പണം ചോദിച്ചാലും പണം കിട്ടുന്ന അവസ്ഥ നമ്മുടെ സമുദായത്തിൽ സവിശേഷമായി ഉള്ളത്. അപ്പൊ അതങ്ങനെ മാറണം. മാറിയാൽ പിന്നെ അങ്ങനെയുള്ള മനുഷ്യർ അത്യത്ഭുതങ്ങൾ കാണിക്കും എന്നതാണ്. കോടികളൊക്കെ പല സംരംഭങ്ങൾക്കും സംഭാവന ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അന്തം വിടും. 1 കോടിയൊക്കെ, 2 കോടി, 3 കോടി, 4 കോടിയൊക്കെ നാട്ടിലുള്ള ഇസ്ലാമികമായ സംരംഭങ്ങൾക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുന്നവർ, നിർബന്ധദാനമല്ല, സ്വതക്കയായി കൊടുക്കുന്ന മനുഷ്യരുണ്ട്. ഒരു കൂസലുമില്ലാതെ സ്വതക്ക കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പിശുക്ക് മാറിയത് കൊണ്ടാണ്. പിശുക്ക് മാറിയത് കൊണ്ടാണ്. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്ന സന്ദർഭം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളെ അൻസാറുകൾ സ്വീകരിച്ചതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തിന്റെ അവസാനത്തിലാണ് അല്ലാഹ് ഇത് പറഞ്ഞത്. അതാണ് മാതൃക. അൻസാരികൾ എങ്ങനെ മുഹാജിറുകളെ സ്വീകരിച്ചത്? അഭയാർത്ഥികളായി കുറെ എണ്ണം വന്നുകൂടിയിട്ട് പെട്ടല്ലോ ഈറ്റാളെ കൊണ്ട് എന്നല്ല, അവർ കൊടുത്തു എന്ന് മാത്രമല്ല, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്ക് ഞെരുക്കമാണെങ്കിലും വേണ്ടിയില്ല മറ്റുള്ളവർക്ക് മക്കയിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു പോന്ന മുഹാജിറുകൾ, അവർക്ക് ഒരു സൗകര്യങ്ങളിലും ഒരു കുറവുണ്ടാകരുത് എന്ന് കരുതി സ്വന്തത്തെക്കാൾ അവർക്ക് മുൻഗണന നൽകിയവർ, അങ്ങനെയുള്ള അൻസാരികളെ മുൻനിർത്തിയിട്ട് അല്ലാഹ് പറയാണെന്ത്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഒരാള് സ്വന്തത്തിനുള്ള അത്രയും മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് എന്തല്ല, പിന്നെ അത് തന്നെ വലിയ ഗുണമാണ് അല്ലേ? എനിക്കുള്ളത് സാധാരണഗതിയിൽ മനുഷ്യൻ്റെ എന്താ വെച്ചാൽ, എനിക്കുണ്ട്, എനിക്ക് ആവശ്യത്തിനുണ്ട്, എന്നാലും മറ്റുള്ളവർക്ക് അത്ര ഉണ്ടാകുന്നത് മനുഷ്യനത്ര സൂയിക്കൂല. ഓന് കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, നല്ല അത്ര വേണ്ട എന്നതായിരിക്കും മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ടാവുക. ഈ മനസ്സിൽ നിന്ന് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തത്തിന് എന്തൊക്കെ നന്മ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ തൻ്റെ സഹോദരനും ആഗ്രഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല, മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മുടെ ഈമാൻ ഓക്കെയാണ്. എന്ത്? എനിക്കുള്ളതുപോലെ എൻ്റെ അയൽപ്പക്കക്കാരനും ഉണ്ടാകട്ടെ, എനിക്കുള്ളതുപോലെ സുഖവും സന്തോഷവും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാവട്ടെ എന്നൊരാൾ വിചാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിനും അപ്പുറത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ക്വാളിറ്റിയാണെന്ത്? എനിക്കില്ലെങ്കിലും വേണ്ടിയില്ല, ഞാനൊന്ന് ഞെരുങ്ങിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, അവനുണ്ടായിക്കൊള്ളട്ടെ, അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറയുന്ന മനസ്സ്. ഇതിലേക്ക് എത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സക്കാത്ത് എന്ത് ചെയ്യും? ഇത്തരം ദുർഗുണങ്ങളിൽ നിന്ന് മനുഷ്യനെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. അപ്പോൾ തുതഹിറുഹും എന്ന് പറഞ്ഞാൽ അത് അവരെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കും, രണ്ടാമത്തത് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള അവരുടെ സമ്പത്തിനെ അത് ശുദ്ധീകരിക്കും. സക്കാത്ത് എന്ത് ചെയ്യും? നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കും. നമ്മൾ എത്ര സൂക്ഷിച്ച് സമ്പാദിക്കാൻ, നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ എന്ന് എത്ര തന്നെ സൂക്ഷിച്ച് നമ്മൾ സമ്പാദിച്ചാലും നമ്മുടെ സമ്പത്തിൽ അറിയാതെ ചില മാലിന്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകും, കടന്നുകൂടിയിട്ടുണ്ടാകും. അങ്ങനെ വല്ലതും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശുദ്ധീകരണം കൂടിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ശുദ്ധീകരിക്കപ്പെടുക, ശരീരവും സമ്പത്തും ശുദ്ധീകരിക്കപ്പെടുക എന്ന ഗുണം ആണ് സക്കാത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശമായി, ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായും സക്കാത്ത് ദായകർക്കുള്ളതാണ്.
പിന്നെ സക്കാത്ത് അതിൻ്റെ വിതരണം കൂടി നടക്കുമ്പോൾ അത് ഈ പണക്കാരുടെ സമ്പന്നരുടേതല്ലാത്ത സമൂഹത്തിലെ ബാക്കിയുള്ളവരുടെയും അത് ശുദ്ധീകരിക്കും. ഒരു സമൂഹത്തിൽ സാധാരണഗതിയിൽ സമ്പന്നർ അവരങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നു, അത് അവർ മാത്രം അനുഭവിച്ച് അങ്ങനെ ജീവിക്കുന്നു എന്ന് വന്നാൽ സ്വാഭാവികമായും മറുഭാഗത്ത് ജനങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ സമ്പന്നരോടുള്ള വല്ലാത്ത വിദ്വേഷവും ശത്രുതയും അസൂയയും അല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശാപപ്രാർത്ഥനയും. ഒറ്റക്ക് തിന്നണ കണ്ടില്ലേ, ബാക്കിയുള്ളവർക്ക് ആർക്കും കൊടുക്കാതെ പണ്ടാറടങ്ങട്ടെ ഹംക്ക് അല്ലേ, ഇങ്ങനെ പ്രാകും മനുഷ്യന്മാർ. ഇതിൽ നിന്ന് അവരെ സംരക്ഷിക്കും സക്കാത്ത്. കാരണം എന്താ? അവരുടെ അനുഭവമാണെന്ത്? അയാൾക്ക് ഉണ്ടായിക്കൊള്ളട്ടെ, മൂപ്പർക്ക് ഉണ്ടായാൽ അതുകൊണ്ട് നമുക്കും കൂടി കാര്യമാണ്, നാട്ടുകാർക്കും കൂടി കാര്യമാണ്. അയാൾ ഒറ്റക്ക് ഉണ്ടാക്കി ഒറ്റക്ക് തിന്ന് അല്ല ചെയ്യുന്നത്, അയാൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനാണ് അയാൾ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ധാരാളമായി ഉണ്ടായിക്കൊള്ളട്ടെ എന്ന മനസ്ഥിതിയിലേക്ക് എന്ത് ചെയ്യും? സമൂഹം വരും. അപ്പം അത് നല്ല രസമുള്ള ഒരു സമൂഹമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, വർഗസംഘടനകളില്ലാത്ത, തൊഴിലാളി മുതലാളി പ്രശ്നങ്ങളില്ലാത്ത ഒരു രസമുള്ള സന്തോഷമുള്ള ഒരു സമൂഹമായിരിക്കും അത് എന്നതാണ്. ഇങ്ങനെയാണ് സക്കാത്ത് എന്ത് ചെയ്യുന്നത്? മനുഷ്യരെ ശുദ്ധീകരിക്കുന്നത്, സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നത്. വതുസക്കീഹിം ബിഹാ എന്നതാണ് രണ്ടാമത്തത്. രണ്ടാമത്തെ അതിൻ്റെ ഉദ്ദേശം ആ സക്കാത്ത് വഴി താങ്കൾ അവരെ വളർത്താൻ വേണ്ടിയാണ്. സക്കാത്ത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടർത്ഥമുള്ളതാണ്. ഇവിടെ ശുദ്ധീകരണം വേറെ തന്നെ പദം കൊണ്ട് അവിടെ പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ തുസക്കീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളർത്തൽ മാത്രമാണ്. അപ്പൊ സക്കാത്ത് എന്ത് ചെയ്യും? സക്കാത്ത് ദായകരെ വളർത്തും. സക്കാത്ത് ദായകരെ വളർത്തും. അപ്പൊ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ സമ്പത്തിൽ കുറവ് വരുത്തുന്ന ഇടപാടാണെന്ത്? സാമ്പത്തിക ഇടപാട് എന്നുള്ള നിലക്ക് മാത്രം നിരീക്ഷിച്ചാൽ സമ്പത്തിൽ കുറവ് വരുത്തുന്ന ഇടപാടാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹു അതിനെ പേരിട്ട് വിളിച്ചപ്പോൾ സക്കാത്ത് എന്നാണ് വിളിച്ചത്. സക്കാത്തിൻ്റെ അർത്ഥം വളർച്ച എന്നാണ്. കൊടുക്കുമ്പോൾ കുറയുന്നതിനെ അള്ള വളർച്ച എന്ന് പേരിട്ട് വിളിച്ചു. എന്തുകൊണ്ടാ? അത് ശരിക്കും വളർച്ചയാണ്. ആ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല സംഭവിക്കുക. സമ്പത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, അള്ളാന്റെ കയ്യിലുള്ള കാര്യമാണ്. അള്ളാന്റെ കയ്യിലുള്ള കാര്യം നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല, നമ്മളിൽ ഒരാളുടെയും സാമർഥ്യം കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, ഒരാൾക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നത്. ലളിതമായ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ബിസിനസ് തുടങ്ങി, ആദ്യമായിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി എന്ന് വിചാരിക്കുക. അത് വളരെ വിജയകരമായി ഞാൻ നടപ്പിലാക്കി, എനിക്ക് നല്ല ലാഭം ഉണ്ടായി ആ ബിസിനസ്. 5 കൊല്ലക്കാലം ഉദാഹരണത്തിന് ഞാനത് നടത്തി. വൻ സാമ്പത്തിക ലാഭത്തോടെ ഞാൻ ആ ബിസിനസ് അവസാനിപ്പിച്ചു എന്ന് വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതേ ഞാൻ തന്നെ, അതേ ബിസിനസ് തന്നെ, അതേപോലെ അതേ സൗകര്യങ്ങളോടുകൂടി രണ്ടാമതും നടത്തി എന്ന് വിചാരിക്കാം. രണ്ടാമതും നടത്തി. ആദ്യം എൻ്റെ ബിസിനസ് വിജയിപ്പിക്കാൻ എനിക്ക് എന്തൊക്കെ കയ്യിലുണ്ടായിരുന്നോ അതിലൊന്നിൻ്റെയും ഒരു കുറവ് രണ്ടാമത്തെ ബിസിനസ് നടത്തുമ്പോൾ എനിക്കില്ല, മറിച്ച് കൂടുതലാണ് എൻ്റെ കയ്യിലുള്ളത്. അതെന്താ? എൻ്റെ എക്സ്പീരിയൻസ്. ആദ്യത്തെ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ തുടങ്ങിയിട്ടും എനിക്കത് വിജയിച്ച് കിട്ടി. രണ്ടാമത്തേത് തുടങ്ങുമ്പോൾ ആദ്യത്തേതുള്ളതിൽ നിന്ന് ഒരു കുറവും എനിക്കില്ല എന്ന് മാത്രമല്ല, എനിക്കധികമായി എൻ്റെ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. അങ്ങനെ അതേ ബിസിനസ് അതേ രൂപത്തിൽ ഞാൻ രണ്ടാമത് നടത്തിയാൽ വിജയിക്കുമെന്ന് ഉറപ്പില്ല. ചിലപ്പോൾ പൊളിഞ്ഞു പാളീസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭൗതികമായി നമ്മൾ എങ്ങനെ ആലോചിച്ചാലും അതേ ആൾ തന്നെയാണല്ലോ ഇതും നടത്തിയത്, അതേ ചെലവിൽ തന്നെയാണല്ലോ ഇത് നടത്തിയത്, അതേ പണിക്കാരെ വെച്ച് തന്നെയാണല്ലോ ഇയാൾ ഇത് ചെയ്തത് അല്ലേ, അതേ യോഗ്യതകൾ അയാൾക്ക് അന്നും ഇന്നും ഉണ്ടല്ലോ. എന്നല്ല, അന്നത്തേതിനേക്കാൾ അയാൾക്ക് എക്സ്പീരിയൻസ് കൂടുകയാണല്ലോ. പിന്നെന്തേ അന്ന് വിജയിച്ചിട്ട് ഇന്ന് പരാജയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് പടച്ചോന്റെ വിധി, അല്ല എന്ത് പറയാൻ, വേറൊരു മറുപടി ആലോചിച്ചാൽ കിട്ടൂല. ഇത് പടച്ചോന്റെ വിധിയിൽപ്പെട്ടതാണ്, അള്ളാന്റെ ഖദറിൽപ്പെട്ടതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി എന്നതുകൊണ്ടാണ് അല്ല എന്ത് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ കൊടുത്തോളിൻ, നിങ്ങൾക്ക് കുറയൂല,
നിങ്ങൾക്ക് സമ്പത്തിൽ വളർച്ച ഉണ്ടാകും, ഇതിൻ്റെ കയ്യിലാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. സമ്പത്തിൽ സക്കാത്ത് കൊണ്ട് ഒരിക്കലും കുറവ് പറ്റുകയില്ല എന്ന് റസൂല് വേറെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. മാ നഖസ മാലുൻ മിൻ സക്കാത്തിൻ, സക്കാത്ത് കൊണ്ട് ഒരു മാലും ഒരു സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല, കുറയില്ല. റസൂല് പറഞ്ഞാൽ പിന്നെ സംശയിക്കണ്ട, ഇത് നഷ്ടല്ലേ എന്ന് കണക്ക് കൂട്ടേണ്ടതില്ല എന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസം അങ്ങോട്ട് വേണ്ടത്ര ഇല്ലെങ്കിൽ നമുക്ക് തോന്നും ഇതിപ്പോ വെറുതെ നമ്മളെ കൊണ്ട് ഇത് കൊടുപ്പിക്കാൻ വേണ്ടി പറയണല്ലേ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിശകലനത്തിലും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ സമ്പന്നരിൽ നിന്ന് സമ്പത്തിന്റെ ഒരു വിഹിതം എന്ത് ചെയ്യണം? സമൂഹത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യണം. സമ്പന്നർ അവർ സമ്പാദിച്ചത് മുഴുവൻ കൈവശം വെച്ച് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ എന്താ സംഭവിച്ചാൽ സമ്പന്നർ അതിസമ്പന്നരായി മാറുകയും ദരിദ്രർ അതിദരിദ്രരായി മാറുകയും ചെയ്യും. അതിൻ്റെ സ്വാഭാവികമായ ഫലം സമ്പന്നരുടെ സാമ്പത്തിക വളർച്ച മുരടിക്കും. കാരണം എന്താ? ഇപ്പുറത്ത് വാങ്ങാൻ ആളുണ്ടെങ്കിലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പുറത്തൊരു സമ്പന്നൻ അയാളുടെ കച്ചവടം കണ്ടാണ് അയാൾ സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതെങ്കിൽ അയാളിൽ നിന്ന് 5 പൈസ ലാഭമായിട്ട് കിട്ടുന്നതൊക്കെ അയാൾ എടുക്കുക. സാധനം ഉണ്ടാക്കാനുള്ള ചെലവഴിക്കൽ മാത്രം അയാൾ ചെലവഴിക്കുക. വേറെ അയാളിൽ നിന്ന് ഒരു പൈസയും സമൂഹത്തിലേക്ക് വേറെ വഴിക്ക് ഒഴുകുന്നില്ല എങ്കിൽ ഇയാൾ കുറെ കാലം ഇങ്ങനെ ഉണ്ടാക്കി മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ മനുഷ്യന്മാരെന്ത് ചെയ്യും? ഇത് വാങ്ങാൻ കാശില്ലാതെ മനുഷ്യന്മാർ ദരിദ്രരാകും. അപ്പൊ ഇയാളുടെ കച്ചവടം പൂട്ടും. അപ്പൊ ഇയാൾക്ക് അഭിവൃദ്ധി ഇല്ലാതെയായിരിക്കും. അതേ സമയത്ത് ഒരു കച്ചവടക്കാരനായ സമ്പന്നനിൽ നിന്ന് 1000 രൂപ അയാളുടെ നാട്ടിലെ ഒരു ദരിദ്രനായ ഒരു മനുഷ്യനിലേക്ക് വന്നാൽ ആ 1000 രൂപ കുറഞ്ഞ കാലം കൊണ്ട് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആയി വളരും. കാരണം അയാളുടെ ശാരീരികമായ അധ്വാനം കൂടി ചേർത്ത് ഈ 1000 രൂപ എന്ത് ചെയ്യും? വല്ല ഉൽപാദന പ്രക്രിയയിലും ഇടപെടും. അയാൾ ചിലപ്പോൾ 1000 രൂപ കൊണ്ട് വല്ല തൊഴിലുപകരണവും വാങ്ങിയിട്ട് എന്ത് ചെയ്യും? തൊഴിലെടുക്കും അയാൾ. എന്നിട്ട് അതിലൂടെ അയാൾ സമ്പാദിക്കും. അങ്ങനെ 1000 കിട്ടിയയാൾ അത് 4000-ഉം 5000-ഉം 10000-ഉം ഒക്കെ ആയി വളർത്തിയാൽ ഉറപ്പായിട്ടും അതിലൊരു 2000-ന്റെ കച്ചവടമെങ്കിലും ആർക്ക് കിട്ടും? ഈ ആദ്യം 1000 കൊടുത്ത മനുഷ്യന് കിട്ടും. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് സമ്പത്തിന് അഭിവൃദ്ധി ഉണ്ടാവുക. അപ്പോ ലികൈലാ യകൂന ദൂലത്തൻ ബൈനൽ അഗ്നിയാഇ മിൻകും, സമ്പന്നർക്കിടയിൽ മാത്രം ഇത് ചുറ്റിക്കറങ്ങാതിരിക്കാനുള്ള ഏർപ്പാടാണിത്. അപ്പൊ ഈ ശുദ്ധീകരണം നടക്കും. അതേപോലെ തന്നെ ഈ സമ്പത്തിന്റെ അഭിവൃദ്ധിയും നടക്കും. ഇതൊക്കെ ആർക്കുള്ള മെച്ചമാണ്? സക്കാത്ത് കൊടുക്കുന്നവർക്കുള്ള മെച്ചമാണ്. പിന്നെ റസൂലിനോട് അള്ളാന്റെ കൽപ്പന വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി? ഈ സക്കാത്ത് തരുന്നവരുന്നുണ്ടല്ലോ, അതും വാങ്ങിയിട്ട് റെസീറ്റ് എഴുതി കൊടുത്തിട്ട് വെറുതെ പോന്നാ പോരാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചുമതലയും ബാധ്യതയും അള്ളാഹ് റസൂലിനെ ഏൽപ്പിച്ചാണ്. റസൂലിന്റെ സ്ഥാനത്ത് അത് ആരൊക്കെ നിർവഹിക്കുന്നോ അവരൊക്കെ എന്ത് ചെയ്യണം? അത് നിർവഹിക്കണം. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അയാൾക്കുള്ള ഗുണം അള്ളാഹ് കൊടുക്കും. നമുക്ക് പ്രാർത്ഥനന്റെ കൂലി നഷ്ടപ്പെടുന്നുള്ളതാണ്. കാരണം ഇത് അള്ളാഹിന്റെ നിർദ്ദേശം പാലിച്ച അയാൾക്ക് എന്തായാലും അയാൾ സക്കാത്ത് കൊടുക്കാനാണ് അയാളോട് പറഞ്ഞത്, അയാളത് കൊടുത്തു. അതിന്റെ ഗുണം അള്ളാഹ് കരുതിയൊക്കെ അയാൾക്ക് കൊടുക്കും. പ്രാർത്ഥിക്കാൻ നമ്മളോടാണ് പറഞ്ഞത്. നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. ആ പ്രാർത്ഥനയുടെ ഗുണം എന്താണ്? റസൂല് സക്കാത്ത് വാങ്ങിയിട്ട് സക്കാത്ത് തന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് ഇന്ന സ്വലാത്തക സക്കനുല്ലഹും, താങ്കളുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ അത് അവർക്ക് സമാധാനമാണ്, അവർക്ക് ശാന്തിയാണ്. സമ്പത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ നേട്ടം, സൗഭാഗ്യം എന്ന് പറയുന്നത് മനസ്സമാധാനം, മനഃശാന്തിയാണ്. നമ്മളൊക്കെ ഈ പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം സാധ്യമാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പലതും പണം കൊടുത്തു വാങ്ങിയാൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പൈസക്ക് വേണ്ടി ഓടുന്നത്. പണം കൊണ്ടല്ല അങ്ങനെ ഒരു ഉപകാരം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളാരും വല്ല പണിക്കും പോവും?
ഇല്ല, നമുക്കാർക്കും പണം വേണ്ടി വരില്ല. പണം കൊണ്ട് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കാനുള്ള പല സൗകര്യങ്ങളും പണം കൊടുത്ത് വാങ്ങാൻ കിട്ടും എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പണത്തിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ സക്കാത്ത് ഗദായകർക്ക് അവർ സമ്പാദിച്ചതിൽ നിന്ന് അള്ളാഹ് പറഞ്ഞത് പ്രകാരം കുറച്ച് ചെലവഴിച്ചാൽ, 40% ചെലവഴിച്ചാൽ, 2.5% എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചതിൻ്റെ ഒരു 40% ചെലവഴിച്ചാൽ അള്ളാഹ് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നതാണെന്ത്? സമാധാനം തരും നിങ്ങൾക്ക്. ഇതൊക്കെ നേടിത്തരുന്ന ഒരു ഏർപ്പാടാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഈ നിലക്ക് സക്കാത്തിനെ കണ്ടാൽ, സക്കാത്തിനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ഇങ്ങനെ വായിച്ചാൽ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഈ നാട്ടുകാരങ്ങനെ നന്നാകണ്ട എന്നാലോചിക്കാൻ ഒരാൾക്ക് കഴിയില്ല. മറിച്ച് ഞാൻ ഇത് കൊടുത്തേ പറ്റൂ, എൻ്റെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നിലകൊള്ളുന്നത് ഞാൻ ഈ കൊടുക്കുന്നതിലാണ് എന്ന് വിശ്വാസമുള്ള ഒരാളെ നമ്മൾ സക്കാത്തിലേക്ക് ഉന്തിത്തള്ളി കൊണ്ടുവരേണ്ടി വരില്ല. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരാൾ പരമാവധി സക്കാത്ത് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുക. ഇനി നാട്ടിലെ സക്കാത്ത് കമ്മിറ്റിക്കാരൊക്കെ വന്ന് നിർബന്ധിച്ചാൽ തന്നെ അയാൾ പരമാവധി കുറച്ചെന്തെങ്കിലും കൊടുക്കാനാണ്. മുഴുവൻ സമ്പത്തൊന്നും വെളിപ്പെടുത്തൂല, അയാളുടെ സമ്പത്ത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ പരമാവധി കുറച്ചെന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാനാണ് നോക്കുക. അങ്ങനെ കുറച്ചെന്തെങ്കിലും കൊടുക്കുമ്പോൾ തന്നെ പരമാവധി കേടെന്ന് കൊടുക്കാനാണ് നോക്കുക. അപ്പോൾ പണമാകുമ്പോൾ നടക്കൂല. കൃഷിയുടെ സക്കാത്തിൽ അല്ലേ കേടെന്നൊക്കെ എടുത്ത് ഏതായാലും അല്ലേ ഫസ്റ്റ് ക്വാളിറ്റി വില കിട്ടൂല, അങ്ങാടിയെ കൊണ്ടേ കൊടുത്താൽ. അപ്പം എന്നാൽ പിന്നെ എന്താണ്ട് കൊടുക്കുക എന്ന് വിചാരിക്കും. അങ്ങനെ മോശമായത് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഭയങ്കര നഷ്ടബോധമായിരിക്കും. എന്നാലും ഇപ്പം അത് എന്നാണ് അയാൾ വിചാരിക്കുക. അതേ സമയത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തതനുസരിച്ച് സക്കാത്തിൻ്റെ 1-ാമത്തെ നേട്ടവും 2-ാമത്തെ നേട്ടവും 3-ാമത്തെ നേട്ടവും ഇത് കൊടുക്കുമ്പോൾ എനിക്കുള്ളതാണ് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ സക്കാത്ത് കൊടുക്കുമെന്ന് മാത്രമല്ല, അയാളുടെ സക്കാത്തിൽ അയാൾ ഈ കർമ്മശാസ്ത്ര മസലകൾ അങ്ങനെ വല്ലാതെ ചോദിച്ചു വരുമൊന്നുമില്ല. എനിക്ക് കുറച്ച് ഇതും കൂടിയുണ്ട്, ഇതിനും കൊടുക്കണോ എന്ന് ചോദിക്കൊന്നുമില്ല. അയാൾ അങ്ങോട്ട് കൊടുക്കും, അതിൻ്റെയും ശതമാനം കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും മികച്ചത് കൊടുക്കാൻ അയാൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുകയും ചെയ്യും. ഒരു സക്കാത്ത് കമ്മിറ്റിക്കാരും റമളാനിന് പിരിവിന് ചെന്നിട്ടില്ലെങ്കിലും അയാളുടെ സക്കാത്ത് കണക്ക് കൂട്ടി അധികം അങ്ങോട്ടല്ലാതെ ഒരല്പം ഇങ്ങോട്ട് കുറക്കാതെ ആ സംഖ്യയുമായി സക്കാത്ത് കമ്മിറ്റിയെ തേടി വരും. അല്ലെങ്കിൽ സക്കാത്തിൻ്റെ അവകാശികളെ തേടി അവരുടെ വീടുകളിൽ ചെല്ലും ആ മനുഷ്യൻ, ആ വിശ്വാസം. ഇതാണ് സക്കാത്ത് മനസ്സിലായാലും അതിൻ്റെ മർമ്മത്തിൽ മനസ്സിലായാലും ഇല്ലെങ്കിലുമുള്ള വ്യത്യാസം. ഇതാണ് ഒരു ഇബാദത്ത് എന്നുള്ള നിലയ്ക്ക് ഈ 2-ാമത് പറഞ്ഞ രൂപത്തിൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ഇസ്ലാമിലെ ആരാധനയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എല്ലാവരിലും ഉണ്ടാകേണ്ടുന്ന ഒരു കൾച്ചറായിട്ടാണ് ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നത്? ദാനശീലം എന്നത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പൊതുവായൊരു ധാരണയിൽ ഇരുന്നാൽ പോരാ നമ്മളൊന്നും. അപ്പം ഇങ്ങനെ സക്കാത്തിനെ പറ്റി പറയുമ്പോൾ അത് കേൾക്കുന്ന സദസ്സിൽ ഭൂരിഭാഗം ആളുകളും ഇത് ഏതോ ഒരു മുതലാളിനെ അങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ഇത് മൂപ്പർക്കുള്ള കൊട്ടന്നെയാണെന്നാണ് എന്ത് ചെയ്യുക നമ്മൾ കരുതുക. മൂപ്പർക്ക് അങ്ങനെ തന്നെ വേണം, മൂപ്പർക്ക് ഇത് കിട്ടേണ്ട തന്നെയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. ഈ പറയുന്നത് ഏത് പോയിന്റിലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇതെനിക്ക് കൊള്ളുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അപ്പം അങ്ങനെ പറ്റൂല. സക്കാത്ത് എന്ന് പറയുന്നത് അല്ലേ നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണെന്ത്? സമയമായി എന്നറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ ഉള്ളൊരു ജാഗ്രതയാണ് എന്ത്? ഒരു ബാങ്ക് കൊടുത്തത് നിസ്കരിച്ച് പിന്നെ കുറച്ച് സമയമാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് അടുത്ത ബാങ്ക് കൊടുത്തോ എന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തൊടുവിൽ വല്ല പണിയിൽ അല്ലെങ്കിൽ വീട്ടിൽ തിരക്കിട്ട വല്ല പണിയിലും ആണെങ്കിൽ മക്കളെ വിളിച്ച് ചോദിക്കും, ആ സമയം എത്രയും നോക്ക്, ബാങ്ക് കൊടുക്കാനായോ എന്നടുക്ക് ചോദിച്ചുകൊണ്ടിരിക്കും.
അത്ര ജാഗ്രത നിസ്കാരത്തിൻ്റെ സമയമാകുന്ന കാര്യത്തിൽ നമുക്കുണ്ട്. അതാവശ്യം, സംശയമൊന്നുമില്ല, അതാവശ്യമാണ്. അതേപോലെ സമയമായോ എന്ന് നോക്കി ഒരു മുഅ്മിൻ മുന്നോട്ട് പോകേണ്ടതാണ് സക്കാത്ത്. എൻ്റെ കയ്യിൽ ഞാൻ ഇന്ന് കണക്കെടുത്ത് നോക്കുമ്പോൾ എന്തുണ്ട്, ബാങ്കിലൊരു 19,000 ഉറുപ്പ്യൊക്കെ ഉണ്ട്. അലമാറിയിൽ വെച്ചത് കീശയിലായിട്ടൊക്കെ ഒരു 19,000 ഉറുപ്പ്യം കൂടിയുണ്ട്. 1,00,000 രൂപ അങ്ങനെ ഉണ്ട്. ഒരു 10-25,000 ഉറുപ്പ്യ അയലോക്കക്കാരന് കടം കൊടുത്തതുണ്ട്. 1,25,000 ഉറുപ്പ്യായി. അപ്പം ഇങ്ങനെ കണക്കും. വേറെ ഇപ്പോൾ എവിടെയും എൻ്റേതായിട്ട് കാശൊന്നും ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ 1,25,000 സക്കാത്ത് കൊടുക്കാനുള്ള നിസാബൊന്നും ആയിട്ടില്ല, കൊടുക്കണ്ട. ഓക്കെ, ഇങ്ങനെ പോയി മാസശമ്പളം പറ്റുന്നോ ദിവസക്കൂലി പറ്റുന്നോ ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ദിവസക്കൂലി പറ്റുന്നതാണെങ്കിൽ ആളിൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആഴ്ചയിൽ കൂലി കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഈ കണക്ക് കൂട്ടൽ നടത്തി നോക്കണം. ഇതെങ്ങാനും നിസാബ് തികഞ്ഞ എമൗണ്ട് ആയോ എന്നുള്ളത്. നിസാബിനെ കുറിച്ച് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. അപ്പം നിസാബ് തികഞ്ഞ എമൗണ്ട് ആയോ, ഇപ്പോൾ ഉദാഹരണത്തിന് 2,00,000 രൂപയാണ് നിസാബ് എന്ന് വെക്കുക. ഇപ്പോൾ 2,00,000 ആയോ എന്ന് നോക്കണം. അപ്പോൾ ആയിട്ടില്ല. ഒരു മാസം ശമ്പളം കിട്ടി, അതിൻ്റെ ഇടയിൽ തൻ്റെയും കുടുംബത്തിൻ്റെയും ചിലവ് കഴിഞ്ഞു പോകുന്നുണ്ട്. അത് കഴിച്ച് ബാക്കി മിച്ചം വന്നത് വെച്ചിട്ട് 2,00,000 ആയിട്ടില്ല. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു മാസം ശമ്പളം കിട്ടി അയാൾ കണക്ക് നോക്കുമ്പോൾ അതാ കയ്യിലുള്ള പണം 2,00,000 തികഞ്ഞിരിക്കുന്നു, അഥവാ നിസാബ് തികഞ്ഞിരിക്കുന്നു. ആ ഡേറ്റ് അയാളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഡേറ്റാണ്. അയാൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും മറന്നു പോകാത്ത വിധം ആ ഡേറ്റ് കുറിച്ചു വെക്കാവുന്നിടത്തൊക്കെ കുറിച്ചു വെക്കണം. ജീവിതത്തിൽ ആദ്യമായി താൻ ധനികന്റെ ലക്ഷണം കാണിച്ച, അള്ളാന്റെ അനുഗ്രഹത്താൽ ഒരു ധനികന്റെ ലക്ഷണം കാണിച്ച ദിവസമാണത്. തൻ്റെ സക്കാത്ത് ഡേ ആണത്. അങ്ങനെ അയാൾ ജീവിച്ചു മുന്നോട്ട് പോകും ഒരു കൊല്ലം കൂടി. ഉദാഹരണത്തിന് ഈ വർഷം ഷാബാൻ 25 അന്ന് ആണ് ആദ്യമായിട്ട് എനിക്ക് നിസാബ് തികഞ്ഞത്, ഞാൻ തിരിച്ചറിയുന്നു. അപ്പൊ 1447 ഹിജറ വർഷം ഷാബാൻ 25 എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. അത് കുറിച്ചു വെക്കണം. അങ്ങനെ 1448 ഹിജറ വർഷം ഷാബാൻ 24 വരുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പറഞ്ഞ തുകയോ അതിനേക്കാൾ കൂടുതലോ ഉണ്ട് എന്ന് വന്നാൽ അതെൻ്റെ സന്തോഷ ദിവസമാണ്. അതിൻ്റെ 2.5% ഞാൻ എടുത്ത് സക്കാത്ത് കൊടുക്കും. ആ സക്കാത്തിലൂടെ നേരത്തെ പറഞ്ഞ നേട്ടങ്ങളൊക്കെ എനിക്ക് അല്ലാഹു സമാധാനം സന്തോഷവും തരാനുള്ള അതിപ്രധാനമായ ഒരു ആരാധന ഞാൻ നിർവഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർവഹിക്കുന്നു എന്ന നിയ്യത്തിൽ അത് അയാൾ ചെയ്യണം. അതോടുകൂടി അപ്പം ഇങ്ങനെ നോക്കിയിരിക്കണം നമ്മൾ. ആ നോട്ടത്തിന് അല്ലാഹ് ഉറപ്പായിട്ടും ബർക്കത്ത് ചെയ്യും. ആ നോട്ടത്തിന് അള്ളാന്റെ കൂലി ഉണ്ടാവും. നമ്മൾ തനിക്ക് സക്കാത്ത് കൊടുക്കാൻ നിസാബ് തികഞ്ഞോ എന്നൊരാൾ നോക്കിയിരിക്കുന്നത് അയാൾ നമസ്കാരത്തിന് നോക്കിയിരിക്കുന്നത് പോലെയുള്ള ഒരു നോക്കിയിരിപ്പായിരിക്കും. വലിയ പ്രതിഫലം അള്ളാഹു അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജിഹാദിന്റെ മാർഗത്തിൽ അതിർത്തിയിൽ കാവലിരിക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. ജിഹാദിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇനാണെന്ത്? അതിർത്തിയിൽ കാവൽ നിൽക്കുക എന്ന് പറയുന്നത്. അതേപോലെയുള്ള വളരെ പുണ്യകരമായൊരു കർമ്മമായിരിക്കും ഈ സക്കാത്ത് കൊടുക്കാനായോ എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ളത്. അപ്പൊ എല്ലാ മുസ്ലിങ്ങളിലും ഉണ്ടാകേണ്ടുന്ന ഒരു ശ്രദ്ധയാണെന്ത്? സക്കാത്തിനായോ എന്ന്. നമ്മൾ പൊതുവിൽ നമ്മളെക്കുറിച്ച്, ഞാനൊന്നും ഒരു കാലത്തും സക്കാത്ത് കൊടുക്കേണ്ടി വരാത്ത ഫുഖറാക്കളുടെ കൂട്ടത്തിലാണ് എന്ന് നമ്മളെക്കുറിച്ച് പൊതുവായി അങ്ങനെ ധരിച്ച് അബദ്ധത്തിൽപ്പെടരുത്. ഈ ഒരു ശ്രദ്ധ ഉണ്ടാകുമ്പോൾ ഇതിൽ നമുക്കൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ വളർത്തും, അഭിവൃദ്ധിപ്പെടുത്തും. സക്കാത്ത് വാങ്ങാൻ യോഗ്യനായ ആളിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള സമ്പന്നനാക്കി അള്ളാഹു നമ്മെ അഭിവൃദ്ധിപ്പെടുത്തും. അതാണ് അതിൻ്റെ മെച്ചം.
കാരണം ദാനം എന്ന് പറയുന്നത് അള്ളാഹ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിലും നിങ്ങൾ സ്വതക്ക ശീലിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് കുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക, എല്ലാ തസ്ബീഹും സ്വതക്കയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. സ്വതക്ക ഒഴിഞ്ഞുകൂടാനാത്ത എന്താണോ ഉള്ളത് അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് എല്ലാ തസ്ബീഹും സ്വതക്കയാണ്, എല്ലാ ഹംദും സ്വതക്കയാണ്, എല്ലാ തക്ബീറും സ്വതക്കയാണ് എന്ന് മാത്രമല്ല തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വതഖത്തുൻ, നിന്റെ ഒരു സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്. ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന ശീലം ഒരു വിശ്വാസിയിൽ ഉണ്ടാകണം. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു കാര്യമാണെന്ത് ഉള്ള സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശീലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സമ്പത്തിനോടുള്ള സക്കാത്തിനോടുള്ള നമ്മുടെ സമീപനം തെറ്റാണെങ്കിൽ അത് സക്കാത്തിനോട് നമ്മളിൽ വിമുഖതയുണ്ടാക്കും. അതേസമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് സമ്പത്തിനോടും സക്കാത്തിനോടുമൊക്കെ നമുക്ക് ശരിയായ സമീപനം ഉണ്ടായാൽ, ശരിയായ അറിവുണ്ടായാൽ അത് നമ്മളെ സക്കാത്തിനോട് വലിയ താല്പര്യവും അതിനുള്ള പ്രേരണയും പ്രചോദനവും ഒക്കെ അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചാരകരായി മാറാൻ നമുക്ക് പറ്റണം. ജനങ്ങൾക്കിടയിൽ അത് പഠിപ്പിക്കാൻ പറ്റണം. സക്കാത്ത് ഒരാരാധനയാണ്. അത് ജീവിതത്തിൽ പരലോകത്ത് ഒരാരാധന എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിത്തരുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു മനുഷ്യന് എന്തൊക്കെ ഗുണങ്ങൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ അത്യാവശ്യമായി വേണോ അതൊക്കെയും നേടിത്തരുന്നതാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുള്ള, അതുകൊണ്ട് അത് പൊള്ളത്തരമാകാൻ സാധ്യതയില്ലാത്ത ഒരു കർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബാക്കി അതിൻ്റെ കർമ്മശാസ്ത്രങ്ങൾ, അതിൻ്റെ നിസാബിൻ്റെ കണക്ക്, അതിൻ്റെ കൊടുക്കേണ്ടുന്നത് എന്നൊന്നും ഇതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. സമയം അനുവദിക്കുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പുതിയ ഫത്വ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആഗോള മുസ്ലിം പണ്ഡിത സഭയുടെ അധ്യക്ഷനായ, ലോകത്ത് ഇന്ന് സാമ്പത്തിക വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഇസ്ലാമിക ഫിഖ്ഹിൽ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പൊതുവിലും ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന, ഏറ്റവും സ്വീകാര്യതയുള്ള മഹാപണ്ഡിതനാണ് ഡോക്ടർ അലി മുഹയ്യുദ്ദീൻ അൽ ഖറദാവി എന്ന് പറയുന്ന പണ്ഡിതൻ. ഷെയ്ഖ് യൂസുഫുൽ ഖറദാവിക്ക് ശേഷം ആഗോള മുസ്ലിം പണ്ഡിത സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴുള്ള മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഏതാണ്ട് ഒരു 2 ആഴ്ചക്കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെതായി സക്കാത്തുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഫത്വ പുറത്തു വന്നിട്ടുണ്ട്. ആ ഫത്വ പുറത്തു വരാനുള്ള കാരണം അദ്ദേഹത്തോട് അങ്ങോട്ട് ഫത്വ ചോദിച്ചതാണ്. ആ ഫത്വ ചോദിച്ചതിൻ്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന സാഹചര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാലത്ത്, നമ്മുടെ ഇപ്പോഴുള്ള ലോകത്ത് സ്വർണത്തിന് ക്രമാതീതമായി വിലയുയരുന്നു എന്ന ഒരു പ്രശ്നത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. പിടുത്തം വിട്ട കയറ്റമാണ് സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത്. ഒരു നിയന്ത്രണവും ഇല്ലാത്ത കയറ്റമാണ്. സ്വാഭാവികമായ ഒരു വർധനവല്ല അത് എന്ന് നമുക്കറിയാം. മനുഷ്യന്മാർ ചെയ്യുന്ന ഊഹക്കച്ചവടങ്ങളുടെയും സാമ്പത്തിക രംഗത്ത് നടത്തുന്ന തെമ്മാടിത്തരങ്ങളുടെയും ഫലമായിട്ടാണ് ഈ വിലവർധനവും വില കുറയലും സംഭവിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ 5000-ഉം 6000 രൂപയൊക്കെ കൂടുന്നുണ്ട്. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ വില ഇപ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം സംഭവിക്കുന്നത്. അപ്പം അത് കൂടുന്നത് പോലെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 5000-ഉം 6000-ഉം ഒക്കെ ഒരു പവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിച്ച് താഴോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പം ഈ വിഷയത്തിന് മുമ്പിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഉന്നയിക്കപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം നമ്മൾ കച്ചവടച്ചരക്കുകൾക്കും, ഇസ്ലാമിൽ സക്കാത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, സക്കാത്തിൽ സ്വർണം, വെള്ളി, പ്രധാനപ്പെട്ട സക്കാത്ത് നിർബന്ധമാകുന്ന ധനങ്ങളിൽപ്പെട്ടതാണ് സ്വർണം, വെള്ളി. അതുപോലെ തന്നെ കാർഷിക സമ്പത്ത്, കാലി സമ്പത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ
സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി എത്രയാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഹദീസുകളിൽ വന്ന കാര്യം അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ ഫോളോ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. അതെല്ലാ കാലത്തേക്കുമുള്ള നിർദ്ദേശമാണ്. അപ്പം അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അതേ സമയത്ത് കച്ചവടച്ചരക്കുകൾ അവക്ക് എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കാരണം കച്ചവടച്ചരക്കുകൾ യഥാർത്ഥത്തിൽ എന്താണ്? നാണയങ്ങൾക്ക് തുല്യമാണ്. കാരണം അത് കാശിന് വിറ്റയക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് പണത്തിൻ്റെ അതേ നിയമം തന്നെയാണ് പണ്ഡിതന്മാർ എന്തിനു വെച്ചിട്ടുള്ളത്? കച്ചവടച്ചരക്കുകൾക്ക് വെച്ചിട്ടുള്ളത്. നമ്മുടെ കാലത്തുള്ള പുതിയ കാര്യമാണെന്ത്? പേപ്പർ കറൻസി, നോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നിസാബ് എന്തിനാണ് കണക്ക് കൂട്ടേണ്ടത്, എത്രയാണ് കണക്ക് കൂട്ടേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ കാലത്തേക്ക് വരുമ്പോൾ പേപ്പറിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു മണി എന്ന് പറയുന്നത്. പണം ഇപ്പോൾ ഡിജിറ്റൽ രൂപത്തിലാണ് നമ്മളിലുള്ളത്. ഡിജിറ്റൽ മണിയാണ് ഏറ്റവും അധികം കൈമാറ്റം. നമ്മളൊക്കെ ക്യാഷ് കൈമാറ്റം ചെയ്യുന്നത് ഏതാണ്ട് നിർത്തിയ പോലെ. ഗൂഗിൾ പേയും അല്ലേ, GPayയും അതുപോലെയുള്ള UPI പേയ്മെൻറ്റ് സിസ്റ്റംസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പണം തന്നെ ക്രിപ്റ്റോ കറൻസി പോലെയുള്ള പുതിയ രൂപങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ സക്കാത്ത് എങ്ങനെയാണ്? പ്രത്യേകിച്ചും പണത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും സക്കാത്തിൻ്റെ നിസാബ് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ പഴയ കാലം മുതൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. റസൂലിൻ്റെ കാലത്ത് സ്വർണവും വെള്ളിയും ആണ് നാണയങ്ങളായി ഉപയോഗിച്ചിരുന്നത് എന്ന് മാത്രമല്ല, അന്നത്തെ നാണയത്തിൻ്റെ പ്രത്യേകത ഒരു നാണയത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ആ നാണയത്തിൻ്റെ തൂക്കം തന്നെയായിരുന്നു. അതേപോലെ തന്നെ സ്വർണവും വെള്ളിയും തമ്മിലുള്ള വ്യത്യാസം 1:10 അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയം ദീനാറ്, വെള്ളി നാണയം ദിർഹം. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ അത് 10 ദിർഹമിന് തുല്യമായിരുന്നു. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 10 ദിർഹമിന് തുല്യമായിരുന്നു. അപ്പം അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബ് നിശ്ചയിച്ചപ്പോൾ സ്വർണത്തിൽ 20 ദീനാറും വെള്ളിയിൽ 200 ദിർഹമുമാണ് നിശ്ചയിച്ചത്. ഇപ്പൊ സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി സ്വർണത്തിൽ 20 ദീനാറും വെള്ളിയിൽ 200 ദിർഹമുമാണ്. അത് നമ്മുടെ കാലത്ത് ദീനാറും ദിർഹമും സ്വർണ്ണ നാണയങ്ങളായിട്ടില്ല. അതേസമയത്ത് സ്വർണം തൂക്കമായിട്ടാണുള്ളത് അല്ലേ? എല്ലാ സ്വർണവും തൂക്കമായിട്ടാണുള്ളത്. അപ്പോൾ അത് തൂക്കത്തിലേക്ക് ഗ്രാമിലേക്ക് മാറ്റിയപ്പോൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 200 ദീനാർ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം പ്യുവർ ഗോൾഡ് ആണ് വരിക. പ്യുവർ ഗോൾഡ് പറഞ്ഞാൽ നമ്മുടെ കാലത്തെ 24 ക്യാരറ്റ് സ്വർണം ആണെങ്കിൽ 85 ഗ്രാമാണ് നിസാബ്. 85 ഗ്രാമോ അതിന് മുകളിലോ 24 ക്യാരറ്റ് സ്വർണമുള്ള ആൾ സക്കാത്ത് കൊടുക്കണം. അതേസമയത്ത് നമ്മുടെയൊക്കെ കൈവശമുള്ള സ്വർണത്തിൻ്റെ പ്രശ്നം എന്താണ്? 24 ക്യാരറ്റ് അല്ല, മിക്കവാറും 22 ക്യാരറ്റ് സ്വർണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്ന് പറഞ്ഞാൽ കുറച്ച് ചെമ്പ് കൂടിയതാണ്. അപ്പം അതാണ് ആ കണക്കാണെങ്കിൽ പണ്ഡിതന്മാർ ഏതാണ്ട് കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രാം കൂടി 87.5 ഗ്രാമോ അല്ലെങ്കിൽ 88 ഗ്രാമോ 22 ക്യാരറ്റിൻ്റെ സ്വർണ്ണമാണെങ്കിൽ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, അയാൾക്ക് സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാണ്. വെള്ളിയാണെങ്കിൽ 200 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ 595 ഗ്രാം വെള്ളിയാണ്. അതുകൊണ്ട് സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി 85 ഗ്രാമും വെള്ളിയിൽ അത് 595 ഗ്രാമുമാണ്. ഇനി പണത്തിന് ഇതിൽ ഏതാണ് സ്വീകരിക്കുക വെച്ചാൽ നബിയുടെ കാലത്ത് ഏത് സ്വീകരിച്ചാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? 200 ദീനാറും 20 ദീനാറും 200 ദിർഹമും സെയിമാണ് എന്നതുകൊണ്ട് നബിയുടെ കാലശേഷം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് വെള്ളി മറ്റതിനേക്കാൾ സ്വർണത്തെക്കാൾ വില കുറയുകയും മൂല്യം കുറയുകയും കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ദീനാറിന് 12 ദിർഹം കൊടുക്കേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു? വെള്ളി കുറച്ച് വീക്കായി. അതേസമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു ദീനാറിന് 8 ദിർഹം കൊടുത്താൽ മതി എന്ന അവസ്ഥയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു? വെള്ളി ഒന്ന് ശക്തിപ്പെട്ടു. അപ്പം ഈ ഏറ്റക്കുറച്ചിലുകൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊരു ആ ഏറ്റക്കുറച്ചിലിന് ഒരു ക്രമം ഉണ്ടായിരുന്നു.
പരിധി വിട്ട ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാലത്തേക്ക് വരുമ്പോൾ അതാകെ മാറി. നമ്മുടെ കാലത്ത് അതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ പണത്തിൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടാൻ പണ്ഡിതന്മാർ, ഇപ്പൊ ഷെയ്ഖ് അലി മുഹയ്യുദ്ദീൻ അൽ ഖറദായി അടക്കമുള്ള പണ്ഡിതന്മാർ അവലംബമാക്കാൻ പറഞ്ഞിരുന്നത് സ്വർണത്തിന്റെ വിലയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണത്തിന് തുല്യമായ പണമുണ്ടെങ്കിൽ ആണ് അയാൾക്ക് സക്കാത്ത് നിർബന്ധമാവുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ തന്നെ 85 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7 ലക്ഷത്തിന് രൂപക്ക് മുകളിൽ വരും. അപ്പൊ 7 ലക്ഷം രൂപയോ അതിലധികമോ കയ്യിൽ മിച്ചമുള്ള ആളെ എന്ത് ചെയ്യേണ്ടതുള്ളൂ? പണമായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതേ സമയത്ത് വെള്ളിയാണ് ആസ്പദിക്കേണ്ടത്, കാരണം അതാണ് പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൂടുതൽ കിട്ടാൻ നല്ലത് എന്ന ന്യായത്തിൽ വെള്ളിയുടെ നിസാബ് കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം എന്ന അഭിപ്രായമുള്ളവർ മുമ്പുണ്ട്. അത് ആ കണക്കനുസരിച്ചുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ 595 ഗ്രാം വെള്ളിയുടെ വില കൂട്ടിയാൽ 70 രൂപയൊക്കെയാണ് ഒരു ഗ്രാം വെള്ളിക്കാകെ ഉണ്ടായിരുന്നത്. അപ്പം അത് കൂട്ടിയ 42,000 രൂപയിൽ താഴെ വരുള്ളൂ. 600 ഗ്രാം വെള്ളിക്ക് 42,000 രൂപയെ വരുള്ളൂ, 70 രൂപ വെച്ച്. അപ്പം 42,000 രൂപ കൈവശം ഉള്ള ആളും നമ്മൾ ധനികൻ എന്ന് വിളിക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങളുടെ ഇതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കും എന്ന് പറയേണ്ടി വരും. അപ്പം അതൊരു ന്യായമല്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാർ പൊതുവിൽ പ്രാമുഖ്യം കൊടുത്തിരുന്നത് സ്വർണത്തിൻ്റെ വിലക്ക് തുല്യമായിട്ടാണ് പണത്തിൻ്റെയും കച്ചവട വസ്തുക്കളുടെയും സക്കാത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഇപ്രാവശ്യം പക്ഷേ ഇതിൻ്റെ വേരിയേഷൻ, വില വ്യത്യാസം ഭയങ്കരമായിട്ട് കയ്യിന്ന് പോയി. അപ്പോഴാണ് പുതിയ ഫത്വ ആളുകൾ അന്വേഷിച്ചത്. അപ്പം അതിൽ ഇജ്തിഹാദ് നടത്തിയതിന് ശേഷം അലി മുഹയ്യുദ്ദീൻ ഖറദാവി അതിൽ സ്വർണത്തിൻ്റെ വിലവർദ്ധനവ് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് എന്നതുകൂടി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഈ സമയത്ത് എന്തുകൂടി സംഭവിച്ചിട്ടുണ്ട്? പണ്ട് സ്വർണത്തിന് മാത്രം അങ്ങനെ കൂടി പോകലായിരുന്നു. ഇപ്പോൾ സ്വർണത്തിന് കൂടുന്നതിൻ്റെ ചുവട് പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സിൽവറിനും വെള്ളിക്കും കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വെർച്വൽ ലോകത്ത് ഡിജിറ്റൽ ഗോൾഡ് കച്ചവടവും ഡിജിറ്റൽ സിൽവർ കച്ചവടവും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഫിസിക്കലായി ഗോൾഡും സിൽവറും എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? പൈസ കൊടുത്തിട്ട് സ്വർണത്തിൻ്റെ യൂണിറ്റ് വാങ്ങുക. നമ്മുടെ കയ്യിൽ സ്വർണം കിട്ടുമൊന്നുമില്ല. നമ്മുടെ മൊബൈൽ ആപ്പിൽ എന്തുണ്ടാവും? ഇത്ര യൂണിറ്റ് സ്വർണം നിങ്ങൾക്ക് ഉണ്ട് എന്നതിൻ്റെ കണക്ക് അവിടെ കാണും. ഇതെന്തിനാ വാങ്ങുന്നത്? ഞാനിപ്പോൾ ഇന്ന് കുറഞ്ഞ വിലക്ക് കണ്ടപ്പോൾ ഞാൻ ഒരു 100 യൂണിറ്റ് വാങ്ങിയിട്ടു. 2 ദിവസം കാത്തുനിന്നപ്പോൾ സ്വർണത്തിന് യൂണിറ്റിൻ്റെ വില കൂടി. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ 100 യൂണിറ്റ് കച്ചവടം നടത്തും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ലാഭമായിട്ട് കിട്ടും. കുറഞ്ഞ വിലക്ക് വാങ്ങിയത് കൂടുതൽ വിലക്ക്. അതല്ലാതെ സ്വർണവും വെള്ളിയും കയ്യിൽ കിട്ടിയിട്ടുള്ള ഇടപാടല്ല ഇത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ നമ്മൾ പറയേണ്ട വിഷയമാണ്. പക്ഷെ ഇങ്ങനെയുള്ള വെർച്വൽ ലോകത്തുള്ള ഗോൾഡ് സിൽവർ ഇടപാടുകൾ വർദ്ധിച്ചത് കൊണ്ടുണ്ടായ ഡിമാൻഡ്, അതാണ് ഇപ്പോഴുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അസാധാരണമായ വിലവർധനയുടെ കാരണം എന്ന് പറയുന്നത്. അപ്പം അതിനൊക്കെ പരിഗണിച്ചുകൊണ്ട് വെള്ളിയുടേതും കൂടിയിട്ടുണ്ട്. വെള്ളിയുടേത് 70-ൽ നിന്ന് 4 ഇരട്ടിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പ് പരിശോധിക്കുമ്പോൾ 1 ഗ്രാം വെള്ളിക്ക് എത്ര വില ഉണ്ട്? 280 രൂപ വില ഉണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 70-ന്റെ 4 ഇരട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് നോക്കുമ്പോൾ അത് 300 രൂപയിലേക്ക് പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോൾഡിനാണെങ്കിൽ അതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പവന് ഇപ്പോൾ 14,000 ഒക്കെ ആയിട്ടുണ്ട്. 14,000 രൂപയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഗ്രാമിന് 14,000 രൂപയൊക്കെ ആയിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണത്തിന്. അപ്പം അത് വെച്ച് കൂട്ടിയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, 85 ഗ്രാം സ്വർണത്തിന് 12 ലക്ഷം രൂപയെങ്കിലും വിലയുണ്ട്. അപ്പം എന്തായി? കഴിഞ്ഞ വർഷം 7 ലക്ഷം രൂപ കയ്യിൽ മിച്ചമുള്ളവൻ സക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നു. ഈ വർഷം ആകുമ്പോൾ 12 ലക്ഷത്തിന് മുകളിലുള്ളവനെ സക്കാത്ത് കൊടുക്കേണ്ടി വരുള്ളൂ എന്ന് വന്നാൽ എന്താ സംഭവിക്കുക? സക്കാത്ത് ദായകരുടെ എണ്ണം ഗണ്യമായിട്ട് കുറയും. എന്നാൽ ഈ സ്വർണത്തിന് വില കൂടിയോണ്ട് നാട്ടിലെ ദരിദ്രന്മാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല, ഓലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഇതിൻ്റെ അടുക്ക് എന്നതാണ് അവസ്ഥ. അല്ല, അവരുടെ ഗതി
പരിതാപകരമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു പുനരാലോചന അത്യാവശ്യമാണ്. മനുഷ്യന്മാർ, ഇസ്ലാമിനൊരു ബാധ്യതയും ഇല്ലാത്ത മനുഷ്യന്മാർ ചെയ്ത തെമ്മാടിത്തത്തിൻ്റെ കാരണമായി ഉണ്ടായ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിലയുണ്ടായ വേരിയേഷനെ പരിഗണിച്ചുകൊണ്ട് പുതിയ കാലത്ത് പണത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും സക്കാത്തിൻ്റെ നിസാബിന് വെള്ളി മാനദണ്ഡമാക്കണം എന്നതാണ് ആഗോള മുസ്ലിം പണ്ഡിത സഭ അധ്യക്ഷനായ അലി ഖറദാവി ഫത്വ നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ പണമോ കച്ചവട വസ്തുക്കളോ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 2.5% സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളിക്ക് 300 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ 1,78,500 രൂപയാണ് വരിക. കഴിഞ്ഞ വർഷത്തെ കണക്ക് ഞാൻ പറഞ്ഞു, 41,650 രൂപയാണ് കഴിഞ്ഞ വർഷം 595 ഗ്രാം വെള്ളിക്ക്. അപ്പോൾ അത് നമുക്ക് ഒരാൾ സക്കാത്ത് കൊടുത്താൽ പിന്നെ അയാൾക്ക് 2 മാസം തികച്ച് ജീവിക്കാനുള്ള പണം കൂടി അത് ഉണ്ടാവില്ല, 40,000 രൂപ എന്ന് പറഞ്ഞാൽ. അതേ സമയത്ത് ഒരാളുടെ കയ്യിൽ 1,80,000 രൂപ ഒരാളുടെ കയ്യിൽ ഒരു ദിവസമായി, അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 വർഷം ജീവിച്ചു പോയി. 1 വർഷം തികഞ്ഞതിന് ശേഷവും അയാളുടെ ജീവിത ചെലവുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും അയാളുടെ കയ്യിൽ ഈ പറയുന്ന 1,78,650 അല്ലെങ്കിൽ 1,80,000 അതല്ലെങ്കിൽ 2 ലക്ഷമോ രൂപ ബാക്കിയുണ്ടെങ്കിൽ അയാൾ ധനികനാണ്, അത്രയും രൂപ മിച്ചമുള്ള പണക്കാരനാണ് അയാൾ എന്ന് പരിഗണിച്ചുകൊണ്ട് അയാൾ 2.5% സക്കാത്ത് കൊടുക്കണം എന്ന് വെക്കുക. അതാണിപ്പോൾ പുതിയ ഫത്വ അനുസരിച്ച്. അപ്പോൾ കഴിഞ്ഞ വർഷം സക്കാത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ലാത്തവർ പലരും ഈ വർഷം സക്കാത്ത് കൊടുക്കണം ഈ കണക്കനുസരിച്ച്. അപ്പോൾ അതിപ്പോൾ കുറേ പാവങ്ങൾ ഇടങ്ങേറാക്കൂലേ എന്നാണ് ചോദ്യമെങ്കിൽ ആകെ എത്ര ആലോചിച്ചാൽ മതി. എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ അങ്ങനെ ബാക്കിയായാൽ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് അതിൽ നിന്ന് ആകെ 5,000 ഉറുപ്പിയാണ്. 2 ലക്ഷം രൂപ കയ്യിൽ ബാക്കിയായ ആൾ അതിനൊരു 5,000 രൂപ കൊടുക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ സമ്പത്തിൽ കുറവ് വരുത്തുകയല്ല ചെയ്യുക, അള്ളാൻ്റെ ബർക്കത്തും അഭിവൃദ്ധിയും ഉണ്ടാക്കുകയാണ് ചെയ്യുക എന്ന് ഒരു മുഅ്മിന് വിശ്വസിക്കാനായാൽ അയാൾക്കതിന് പ്രയാസം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ 12 ലക്ഷം രൂപ ബാക്കി വന്നയാളെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നത് പരിഗണിച്ചാൽ സക്കാത്ത് ദായകരുടെ എണ്ണം വളരെ കുറയും. സക്കാത്ത് അവകാശികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസം ഉണ്ടാക്കും എന്നതുകൊണ്ട് ഈ ഫത്വയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ സക്കാത്ത് ശേഖരണവും വിതരണവും വിപുലമായിട്ട് നടക്കണം. അത് സംഘടിത സക്കാത്ത് സംവിധാനങ്ങളിലൂടെ നടക്കണം. കാരണം അതാണ് ഏറ്റവും ഭംഗിയായി ആ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു ചൈതന്യമനുസരിച്ച് അത് നിർവഹിക്കാൻ പ്രാപ്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരം സംഘടിത സംവിധാനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായിരിക്കും. അവരുടെ കയ്യിൽ നാട്ടിലെ ദരിദ്രരുടെ കണക്കും അവരുടെ സ്റ്റാറ്റസും യഥാവിധി ഉണ്ടാകും. ഒരാൾ സ്വന്തം നിലക്ക് സക്കാത്ത് കൊടുക്കാൻ നേരത്ത് പാവപ്പെട്ടവരെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിൽ മിക്കവാറും അതിൽ ഏറ്റവും അർഹരായവർ തഴയപ്പെടുകയും സാമർഥ്യമുള്ളവർ അയാളുടെ കയ്യിൽ നിന്ന് സക്കാത്ത് വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായി കൊടുത്താൽ വീടുമോ എന്ന ഫിഖ്ഹി ക്വസ്റ്റ്യൻ്റെ മറുപടി കൊടുത്താൽ വീടുമെന്നൊക്കെ തന്നെയാണ്. പക്ഷേ വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു സക്കാത്തിനെ അല്ല ഇസ്ലാം ആദ്യമേ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സക്കാത്ത് അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സംഘടിതമായി അത് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പലതും ഉണ്ട്. പ്രാദേശികമായി പല സംവിധാനങ്ങളും വളരെ വ്യവസ്ഥാപിതമായി മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളും അവർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം സംവിധാനങ്ങളെ നമ്മൾ പിന്തുണക്കുക, ശക്തിപ്പെടുത്തുക. ആ തരത്തിൽ കുറച്ചുകൂടി പ്രാദേശിക സക്കാത്ത് കമ്മിറ്റികൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു പ്രാദേശിക സക്കാത്ത് കമ്മിറ്റിക്ക് അവർ കളക്ട് ചെയ്താൽ പരമാവധി കിട്ടുന്ന ഒരു തുകയുണ്ട് ഒരു നാട്ടിൽ. അപ്പോൾ അത് വെച്ചിട്ട് ആ നാട്ടിലെ മൊത്തം ദരിദ്രരെ വെച്ചിട്ട് ഒരു ദരിദ്രൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അയാളുടെ തന്നെ വലിയ ആവശ്യങ്ങളിലേക്ക് ചെറിയ തുകയൊക്കെ പ്രാദേശിക സക്കാത്ത് കമ്മിറ്റികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതേ സമയത്ത് ആളുകൾക്കുണ്ടാകുന്ന വലിയ തുക ആവശ്യമുള്ള വലിയ ആവശ്യങ്ങൾ, സക്കാത്ത് അവകാശികളായ ആളുകൾക്ക് തന്നെയുള്ള അത്തരം ആവശ്യങ്ങൾ നിർവഹിക്കാൻ
സംസ്ഥാന തലത്തിൽ തന്നെ വിപുലമായ ഫണ്ട് ശേഖരണം നടത്തി വലിയ തുകകൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനെ മുൻനിർത്തിയാണ് ബൈത്തുൽ സക്കാത്ത് പോലെയുള്ള സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ധാരാളം ഗുണഭോക്താക്കൾക്ക് ധാരാളം മാർഗങ്ങളിലൂടെ ധാരാളം ആവശ്യങ്ങൾക്ക് അതിലൂടെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഒരേ ഒരു വ്യവസ്ഥാപിത സംസ്ഥാന തലത്തിലുള്ള ഒരേ ഒരു വ്യവസ്ഥാപിതമായ സക്കാത്ത് സംവിധാനമാണത്. സാമൂഹിക പുരോഗതിക്ക് സംഘടിത സക്കാത്ത് എന്ന തലക്കെട്ടിലാണ് കഴിഞ്ഞ വർഷം അതിൻ്റെ സക്കാത്ത് ക്യാമ്പയിൻ നടന്നിരുന്നത്. ഈ പ്രാവശ്യം ബൈത്തുൽ സക്കാത്ത് ജീവിതങ്ങൾക്ക് തണലേകുന്നു, അങ്ങനെ ആ സ്വഭാവത്തിൽ ഉള്ള ഒരു തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ സക്കാത്തിൻ്റെ കാര്യമായ വിഹിതം നമ്മുടെ പ്രാദേശിക സക്കാത്ത് കമ്മിറ്റികൾക്ക് നൽകുന്നതോടൊപ്പം ബൈത്തുൽ സക്കാത്തിന് കൂടി നൽകിക്കൊണ്ട് ആ സംവിധാനത്തെ നമ്മൾ ശക്തിപ്പെടുത്തണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.